Praise the Lord. Praise the Lord. The chair for this session is Pastor John Thomas, one of the senior pastors, one of the senior most pastors in North America. He's been here for a long time, and before I came to long time. So now I invite Pastor John Thomas to preside over this meeting. May God bless us all. Praise the Lord. യൂണിറ്റിയുടെ ഒരു പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എത്ര ആനന്ദവുമാണ്. പിന്നീട് വായിക്കുമ്പോൾ എന്താ അത് തലയിലൊഴിച്ച വിശേഷ തൈലം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂമൊക്കെ 2 days കഴിയുമ്പോൾ മണം പോകും. എന്നാൽ ഈ യൂണിറ്റി അടിച്ചാൽ ദിവസങ്ങൾ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അത് വിശേഷ തൈലം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഈ വിശേഷ തൈലത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയും, ഇതാ സഹോദരന്മാർ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം, എത്ര ആനന്ദം. അത് തലയിലൊഴിച്ചു. യൂണിറ്റി തലയിലൊഴിച്ചു. ചിന്താമണ്ഡലത്തിൽ വന്ന യൂണിറ്റി, ആലോചന മണ്ഡലത്തിൽ വന്ന യൂണിറ്റി അത് ഒഴുകാൻ തുടങ്ങി. ഒഴുകിയപ്പോൾ അത് എവിടെ വന്നു? വയറിന്റെ ഭാഗത്ത് നിന്ന്. അതാ പ്രവർത്തന സ്ഥലം. ആലോചിച്ചാൽ മാത്രം പോലെ യൂണിറ്റി പ്രവർത്തന മണ്ഡലത്തിൽ വരണം. അവിടെയും നിന്നില്ല. അത് ഒഴുകുവാൻ തുടങ്ങി. കാലേ കൂടെ ഒഴുകി നടത്തി വരണം. പ്രൈസ് ദി ലോർഡ്. ഇതാ യൂണിറ്റിയുടെ വിശേഷത. ആലോചനയിൽ വന്ന യൂണിറ്റി ചിന്തയിൽ വന്നു. നിൽക്കുന്നില്ല. ചിന്തയിൽ നിന്ന് അത് നടപ്പിലേക്ക് വന്നു. ദൈവമേ, ഈ ദിവസത്തിൽ ഇവിടെ നിന്ന് യൂണിറ്റിയുമായി പോകുന്ന പ്രിയപ്പെട്ടവരെ അത് നടപ്പി വരുത്തണം. സ്തോത്രം, സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കോൺഫറൻസിൽ വാത്സല്യ സഹോദരൻ, ഇതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന എന്റെ വാത്സല്യ സഹോദരൻ, എന്റെ ആത്മീയ കൂട്ടുകാരൻ കർത്താവിദാസൻ പാസ്റ്റർ ബിനു ജോണിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുവാനുള്ളത്, അനേക വിഷമ അനുഭവങ്ങൾ വന്നപ്പോൾ വിളിച്ചെന്നെ ഉത്സാഹിപ്പിച്ച് കഴിഞ്ഞ 38 വർഷം ഞാൻ ഈ രാജ്യത്തായിരിക്കുന്നു. നട്ടവനും നടുന്നവനും ഏതുമില്ല വളരുമാറാക്കുന്ന ദൈവം. ഫ്ലോറിഡായിൽ 38 വർഷം മുമ്പ് ഒരു ചെറിയ കൂടിവരവ് ആരംഭിച്ചു. അനേക സഭകളുണ്ട്. ആരംഭകനായി എന്നെ ദൈവം ഉപയോഗിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിദാസൻ റവറൻഡ് കോശി വൈദ്യൻ പലപ്പോഴും വന്ന് ശുശ്രൂഷയിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് മടങ്ങി വരാം. സയാറ്റിക്കായുടെ അതിവേദനയാൽ ഞാൻ ലേക്ക് ലാൻഡിൽ ഒരു ആരാധനയ്ക്ക് പോയി. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യാതെ ഞാൻ പ്രസ്റ്റേറിയായി 1 മണിക്കൂറിൽ അതിമായ വേദനയിൽ ഞാൻ ആ കൺവെൻഷന് പോയപ്പോൾ കർത്താവിന്റെ ദാസൻ ദൈവാത്മാവ് പ്രേരിതനായി നിന്നുകൊണ്ട് കാലിന് അസ്വസ്ഥതയുള്ള ഒരു കർത്താവിന്റെ ദാസൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. സ്തോത്രം. എഴുന്നേക്ക് നിൽപ്പാൻ പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ കൈപിടിച്ച് കാണിച്ചു. എനിക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചാൽ ഇത് വലിയ മസായാറ്റിക്ക ഉണ്ടായിട്ടില്ല. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിച്ച അനുഗ്രഹമാണ്, സൗഖ്യമാണ്, ഉണർവാണ്, ആനന്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അല്ല പ്രസംഗിക്കാൻ പോയി. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻഡ് ഷമീർ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉപ്പുതറ സെന്ററിൽ ഒരു എളിയ പ്രവർത്തനം കഴിഞ്ഞ 25 വർഷം മുമ്പ് അവിടെ ആരംഭിച്ചു. 19 വർഷമായി സഹായിപ്പാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കി. ആ മാന്യ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയുടെ ഒരു വിഷയം ഞാൻ മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു,
കൊല്ലത്തേക്ക് പോവുകയാണോ? അല്ല പക്ഷേ ഞാൻ കട്ടപ്പനയിൽ പരസ്യയോഗത്തിന് പോവുകയാണ്. നമ്മൾ ആരെങ്കിലും ചെയ്യും. ഒരു വലിയ ശുശ്രൂഷ ചെയ്തതിന് ശേഷം അദ്ദേഹം 2 പരസ്യയോഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്വന്തം സ്ഥലത്തേക്ക് പോയത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് പോഷത്വമായിരിക്കുന്ന ഈ വലിയ മിസ്റ്റർ അനേകരെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസംഗ വേദിയിൽ കഴിഞ്ഞ രാത്രികാലം കർത്താവിന്റെ ദാസൻ റെജി നാരായണനെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യൂണിറ്റി ബന്ധക്കോസുകാർക്കും നമുക്കും ഇല്ലെങ്കിൽ ഈ തട്ടിയടിച്ചോണ്ട് വേറെ ആൾക്കാർ കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. പറയാമോ? സ്തോത്രം പറയാമോ? നമ്മൾ ഇന്ന് നീരുന്ന യൂണിറ്റി ഇല്ലാതെ, അവിടെയും ഇവിടെ യൂണിറ്റി ഇല്ലാതെ ദൈവഗുണ പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ അനേകം ശുശ്രൂഷന്മാരെ വരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യൂണിറ്റിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹിക്കപ്പെട്ട വേദി ഇരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത്, അതുപോലെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനം ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്തൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം ഒരു ചാൻസ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പരുവത്തിനൊക്കെ ഞാൻ അടുത്തൊക്കെ ഇരുന്നു. അതിലെ ഒരാൾ നടന്നു പോകുന്നുണ്ട്, എന്നെക്കാളും ഒക്കെ ഹൈറ്റുള്ള ആൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കർത്താവ് എന്താ എന്നെ ഇനി ഇപ്പൊ പറഞ്ഞു, അച്ഛൻ എന്ന് ലീഡ് ചെയ്യണം. ദൈവമക്കളെ, ഞാൻ ഇനി എല്ലാ ഈശോയും മുമ്പിൽ വന്നിരിക്കും. പുറയിൽ ഇതുകൊണ്ടായി ചാൻസ് കിട്ടാതെ പോയി. അത് യൂണിറ്റിയാണ്. കർത്താവിന് സ്തോത്രം. സന്ധ്യാസമയം ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയാണ്, ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പലതുകൊണ്ടും അഭിമാനം കൊള്ളുന്നു. ഈ പാഠപുസ്തകത്തില് ആരുടെയും പേരുണ്ടായിരുന്നെങ്കിൽ ജോൺ തോമസ് എന്ന് പ്രസംഗിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം അറിയാമല്ലോ. ഇത്രയും ഉള്ളല്ലോ ഒരു കുറഞ്ഞ മനുഷ്യരിലേക്ക് പറഞ്ഞിരിക്കുന്ന ദൈവമക്കളെ, ഇതിൽ കർത്താവിന്റെ സ്തോത്രം. ദൈവമക്കളെ, നാം സുവിശേഷം കേൾപ്പാനാ വന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഈ സുവിശേഷം കേൾപ്പാൻ കടന്നു വന്ന എല്ലാ വാത്സല്യ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രോഗ്രാമുണ്ട്, എല്ലാം അനുഗ്രഹമായി തീരുവാനിടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം എല്ലാം നിന്നും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കേണ്ട ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന ബ്രദർ റെജി ജോയി മുൻപോട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ കോൺഫറൻസിന്റെ തുടക്ക സമയം മുതൽ ഇതുവരെയും നിങ്ങളുടെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിന്നതിനായി സ്തോത്രം. അതിനൊരുപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടിയുവാൻ തക്കവണ്ണം മകളുടെ ദാസനെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് അടിയോടെ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷം കർത്താവേ, ഈ രാജ്യത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം, അനേകര് ഉണർത്തപ്പെടുവാൻ, അനേകര് ദൈവത്തിന് സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ മീറ്റിംഗ് കൊണ്ട് കർത്താവ് ഇടയാക്കണമേ. കർത്താവിനെ കർത്താവ് ക്രൂശിന്റെ മറവിൽ നിന്ന് മാറ്റമില്ലാത്ത ദൈവത്തെ ഘോഷിപ്പാൻ ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്പെഷ്യൽ മ്യൂസിക് ഇനി നടക്കുന്നു. സുധി ആൻഡ് ജോയ് അദ്ദേഹം അവർ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ ആ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം എല്ലാവരെയും ഈ ലോകത്തിൽ പലരും സ്നേഹിക്കും. നമുക്കെല്ലാവർക്കും അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. എന്നാൽ ഇവരൊക്കെയും നമ്മളെ സ്നേഹിക്കുന്നതിന് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ടാവും, ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോൾ അവിടെ കൊണ്ട് തീരും. പക്ഷെ നമ്മളെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കായുണ്ട്.
ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ പിതാവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ കൊണ്ട് തീരുന്നില്ല, നിത്യമായി. അതിന് നമ്മെ വീണ്ടെടുത്ത് നമ്മളെ ആ പിതാവിൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. ആ ഭാഗ്യ പദവിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി ആലപിക്കാൻ പോകുന്നത്. നിങ്ങളേവരും അറിയുന്നത് പോലെ എൻ്റെ പിതാവ് കോട്ടയം ജോയ് ഇന്ന് നിത്യതയിലായിരിക്കുന്നു. 10 വർഷമായി. ഈ 10 വർഷം കൊണ്ട് ഞങ്ങളെ കുടുംബമായി ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്നു. ഓരോ ദിവസവും ആ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പപ്പ 28 വർഷം കർത്താവിന് വേണ്ടി മാത്രം പാടി മരിക്കുന്നതിന് മുൻപ് എന്നെയും ഈ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തിയിട്ടാണ് പോയത്. പ്രത്യേകം ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ എവിടെ പാടിയാലും അതെൻ്റെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് മാത്രം. സെക്യുലർ ഫീൽഡിൽ നിന്ന് എത്ര വലിയ ഓഫേഴ്സ് വന്നാലും അതൊന്നും എടുക്കാതെ എനിക്ക് ദൈവം നൽകുന്ന അവസരങ്ങളിലെല്ലാം എൻ്റെ ദൈവത്തിനെ പാടി മഹത്വപ്പെടുത്തണം. അതാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. എൻജോയ് ദിസ് സോങ്.
Praise the Lord. കർത്താവിന്റെ താരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവ് ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അതിന്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ തലമുറയായി അതിൽ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം പ്രിയ സഹോദരിയെ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ ദൈവം ശുശ്രൂഷിക്കും. അതിന് മുൻപായി കർത്താവിന്റെ ദാസൻ റവറൻഡ് ബിനു ജോൺ മുൻപോട്ട് കടന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. ദിവസം നമുക്കായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാസംഗികനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി ചില വിഷയങ്ങൾ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ സോങ് ബുക്കിനകത്ത് ജൂബിലി സെലിബ്രേഷൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് നാം ഈ സമയത്ത് സ്കെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ വന്ന ശേഷം ഒരു പൊതു താല്പര്യം സഹോദരന്മാർ അറിയിച്ചു. ജൂബിലി സെലിബ്രേഷൻ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് നമ്മുടെ തലമുറയുമായി ചേർന്ന് നിന്ന് ഒരവസരം ഒരുങ്ങി വന്നു. വെളിയിൽ ഔട്ട്ഡോറിൽ ഈ സിറ്റി എല്ലാ പൊതു ഫംഗ്ഷനും നടത്തുന്ന ഈ ഗ്രീൻവിൽ സിറ്റിയുടെ പ്രധാന സ്റ്റേജ് നോമാ സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. രാത്രിയിൽ നമ്മുടെ പൊതുയോഗം കഴിഞ്ഞ് ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ആ സ്റ്റേജിൽ ഔട്ട്ഡോറിൽ ദീർഘവർഷങ്ങൾ ഈ രാജ്യത്ത്, അതായത് ഈ വർഷം നമ്മുടെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവർ ഈ രാജ്യത്ത് കടന്നു വന്ന് പ്രാർത്ഥനാ കൂട്ടമായി നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന പ്രമാണത്തിന് വേണ്ടി പ്രാർത്ഥനാ കൂട്ടമായി നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ഉൾക്കൊണ്ടിരുന്ന, നമ്മുടെ കൈവശം കൈമുതലാക്കിയിരുന്ന ആ വിശ്വാസത്തിന്റെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നമ്മൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. അത് തുടരണമെന്ന് നാട്ടിൽ നമ്മൾ പുലർത്തിയിരുന്ന പൈതൃകം തുടരണമെന്നുള്ള ആവേശത്തോടെ കൂടി പ്രാർത്ഥിച്ചതിൻ്റെ 50ാമത് വർഷമാണ്. അത് നമ്മുടെ തലമുറയുമായി ചേർന്ന് നിന്ന് ആ ഔട്ട്ഡോറിൽ നമുക്ക് ഒന്നിച്ച് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറുള്ള ആ സർവീസസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് രാത്രിയിലത്തെ പൊതുയോഗ അനന്തരമായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഈ മീറ്റിംഗ് എപ്രകാരമായിരിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഇതൊരു ഇവാഞ്ചലിസ്റ്റിക് സർവീസ് ആയിട്ടാണ്. പ്രത്യേകാൽ ഇതിൻ്റെ അകത്തെ മെയിൻ തീം ഓഫ് കണ്ടന്റ് ഈസ് ടുവേർഡ്സ് ദ ഡോക്ട്രിനൽ വ്യൂ പോയിന്റ്. ഞങ്ങൾ ഈ കോൺഫറൻസിന്റെ പുരോഗതിയിൽ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ പല കാര്യങ്ങൾ ചിന്തിച്ചു വരവേ പല നിലയിൽ പല കാര്യങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, സ്ഥലം നോക്കുമ്പോൾ പലതും നോക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായി. പ്രാസംഗികരെ ക്ഷണിക്കുന്ന വിഷയത്തിലും പല നിലയിലുള്ള പ്രാസംഗികരെ ക്ഷണിക്കുവാനും ക്രമീകരിക്കുവാനും ഇടയായി. ഫീച്ചേർഡ് പ്രീച്ചേഴ്സ് ഉണ്ട്. ഇന്നാരെ നമ്മൾക്ക് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് സഹോദരന്മാർ അഭിപ്രായപ്പെട്ട് അവരോട് അതിനുവേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തതുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ വന്നിരിക്കുന്നവർ, നമ്മൾ എല്ലാ നിലയിലും വന്നിരിക്കുന്നവരും പ്രസംഗിക്കുന്നത് ഒരേ ഒരു വചനമാണ്. ആമേൻ. അങ്ങനെ പ്രസംഗിച്ച് അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗം നാം ഇത്രയും കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷമീർ കൊല്ലം, അദ്ദേഹത്തെ ഞാൻ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, അമേരിക്കയിൽ വരുവാൻ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചാൽ താല്പര്യമുണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുന്നതിന് എനിക്ക് എവിടെ പോയാലും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത ക്രമീകരണങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. സന്തോഷമായി ചെയ്തുകൊള്ളാൻ ഉള്ള അനുമതി കിട്ടി. ആ കാര്യങ്ങൾ ക്രമീകരിച്ചു. അദ്ദേഹം ഈ കോൺഫറൻസിന്റെ ആ മുഖാന്തരമായി ലഭിച്ച ആ ഇനീഷ്യേറ്റീവ് പ്രകാരം ഇന്ന് നമുക്ക് വന്നിരിക്കുന്നു. I truly believe that God is going to bless us this afternoon. How many of you believe that God is going to pour out the Spirit upon us? Amen. Let us be excited and expectant in the presence of God as the Holy Spirit moves into us through the great servant of God, Shamir Kollam. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ശക്തിയോടെ നമ്മൾ ഇത്രയും ദൈവമക്കളെ ഇതിനകത്തിരുന്നിട്ട് ശബ്ദം കേൾക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം ഈ നല്ല പകലിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവത്തിന്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, മനോഹരമായ ഗാനങ്ങളെ പാടി നമ്മെ സന്തോഷിപ്പിക്കുന്ന കോർ ടീമിലെ സഹോദരങ്ങൾ
എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. വേഗത്തിൽ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിപ്പാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന. കാരണം ഇവിടുത്തെ ഓരോ മിനിറ്റിനും വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് തക്ക സമയത്ത് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ സഹോദരങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് ഓർപ്പിക്കുകയും ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നി ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ല. ആരും പറയുന്നില്ല. ഞാനൊരു നാട്ട് ശൈലിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. പറഞ്ഞല്ലോ, ഒരു കവലയിൽ പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ വാക്കുകളിലും ചില വാക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും, തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു വലിയ ഇന്റർനാഷണൽ പ്രസംഗകനല്ല. ഇവിടെ വന്നത് ദൈവത്താൽ സംഭവിച്ചു, അത്രമാത്രം. സ്തോത്രം. അതുകൊണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്ക്, അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതും ഇല്ല. അതുകൊണ്ട്, കാരണം അതാണ്, അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. ഹല്ലേലൂയ. അന്നും ഇന്നും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ നോക്കി ലോകം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഇവന്മാരെ അങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല. അത് അമേരിക്കയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നാട്ടിൽ അതിപ്പം കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കകത്തൊക്കെ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ അങ്ങനെ വിടുന്നത് യോഗ്യമല്ല. എന്താണ് ഇവർ ചെയ്ത കുറ്റം, തെറ്റ്? എന്ത് കാരണത്താലാണ് ഇവരെ അങ്ങനെ വിടാൻ പാടില്ലെന്ന് പറയുന്നത്? എന്ത് പ്രമാണമാണ് ഇവർക്കുള്ളത്? രാജാവ് പറഞ്ഞിട്ട് ഇവരനുസരിക്കാത്തത് എന്താണ്? ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് നിശ്ചിത സമയത്തിൽ നിന്നുകൊണ്ട് പങ്കുവെച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് മനോഹരമായ ഗാനം, പ്രിയ സഹോദരി പാടിയ പാട്ട് നമ്മളെ ഏതോ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോയി. വളരെ അനുഗ്രഹീതമായ ഒരു നല്ല അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും പാടുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്കൊരു പാട്ട് പാടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അപ്പം ഞാൻ ഒരു പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് ഓഫറിങ്ങും കൂടെ അങ്ങ് എടുക്കാം എന്നങ്ങ് ചിന്തിക്കുക. അങ്ങനെ ഒരു സമയം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം മെസ്സേജിനിടയ്ക്ക് പിന്നെ അങ്ങനെ ഒരു സമയം വേണ്ട. അതിനു മുമ്പ് ഒരു ഗാനത്തിൻ്റെ വരികൾ ദൈവനാമത്തിനായിട്ട് ആലപിക്കുമ്പോൾ ഓഫറിങ് അർപ്പിക്കാനുള്ള സമയം ഇതിനായിട്ട് വേർതിരിക്കുകയാണ്. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ആ സമയം അതിനായിട്ട് വേർതിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ജലരാശിക്കുമീതേ ഭൂതലത്തെ വിരിച്ചവൻ, വാനവിധാനത്തിന്മേൽ നിത്യജ്യോതിഷുകൾ തെളിയിച്ചവൻ, മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, സ്വർഗത്തിൽ അധിവസിക്കും ശ്രീ യേശുനാഥൻ, ശ്രീ യേശുനാഥൻ.
ഹല്ലേലൂയ. കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വായിച്ച വേദഭാഗം അവിടുത്തെ കരത്തിൽ വെച്ച് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. നൽകപ്പെട്ട സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ഒക്കെ ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയാണ്. പേരുകൊണ്ട് തന്നെ വാക്കും ഭാഷവും കൂടാതെ എൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞാനൊരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. 2002 ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നറിയുവാൻ സ്വർഗം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് എൻ്റെ ബാപ്പ ഒഴികെ എൻ്റെ ഉമ്മായിക്കും 2 പെങ്ങന്മാർക്കും വല്യമ്മയ്ക്കും അടക്കം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ജനിച്ചു വളർന്ന അതേ കൊല്ലം പട്ടണത്തിൽ കഴിഞ്ഞ 13 വർഷമായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു സുവിശേഷകനായി ജീവിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ സുനിത, 2 പെൺകുഞ്ഞുങ്ങൾ. മൂത്തത് അദീന, ഇളയത് അലീന. 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. കേരളത്തിന്റെ ഓരോ കോണുകളിലും യേശു ക്രിസ്തുവിനെ അറിയാത്ത ജനത്തിന്റെ നടുവിൽ ഓരോ തെരുവുകളിലും കവലകളിലും ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷണിക്കപ്പെടുന്ന കൺവെൻഷനുകളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി കലിമ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന പേരിൽ ഒരു ടീം ഇസ്ലാമികളുടെ ഇടയിൽ കർത്താവിനെ അറിയിക്കുന്ന ഒരു ടീം പ്രവർത്തനമുണ്ട്. അത് വ്യക്തിപരമായി അനേക സഹോദരങ്ങളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും അനേകരെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും ഒക്കെ നയിപ്പാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ സാക്ഷ്യം. അതിനപ്പുറത്തൊന്നും സാക്ഷ്യമായി പറഞ്ഞ് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായും ചിലർക്കൊരു ചിന്തയുണ്ട്, പക്ഷേ മുസ്ലിം എന്ന് ഇങ്ങനെയൊക്കെ അങ്ങനെ ആരും വരത്തില്ലല്ലോ. സത്യമാണ്, മുസ്ലിമിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ആരും വരത്തില്ല. അതിന് 2 കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അവര് ചെയ്യുന്നത് ശരിയോ തെറ്റോ അത് പിന്നത്തെ കാര്യം, അവിടെ നിൽക്കട്ടെ. ചെയ്യുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. ഞാൻ സ്വതന്ത്രം പറഞ്ഞില്ല, ചെയ്യുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥത. വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടേ അവർ പള്ളിയില്ല. 30 ദിവസം നോമ്പുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ സകലരും പള്ളിക്കകത്ത് കാണും. നമ്മൾ 21 ദിവസം ഉപവാസം വെച്ചാൽ പാർശ്വം ഭാര്യയും കാണും. അതാണ് നമ്മളുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ ചെയ്യുന്നതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. നമസ്കരിക്കാനാണെങ്കിൽ കയറി നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിങ്ങനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആശീർവാദം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സലാം വീട്ടുക എന്ന് പറയും. അങ്ങനെ ഒരു ആശീർവാദം കഴിയുന്നവരെ തൊട്ട് പറകി നിൽക്കുന്നവന്റെ കഴുത്ത് വെട്ടി താഴെ ഇടുന്ന ശബ്ദം കേട്ടാൽ ഇങ്ങനെ ഒന്നും എത്തിയത്തില്ല, നോക്കുകയില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഏതെങ്കിലും ജമാഅത്തിൽ പോയി നോക്കിയാൽ മതി. ഇങ്ങനെയാണോ നോക്കിയിട്ട് അവിടെ പെട്ടു പോരുന്നു പോരണം, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് അവൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. നമ്മളോ ആരാധനയുടെ എല്ലാവരും ഒരു ഫോൺ വന്ന ഒരാൾ അങ്ങോട്ട് പോയാൽ കൂടെ പോകും, തിരിച്ചുകൊണ്ട് വിദ്യച്ചാണ് ഇവിടെ തൊണ്ട കയറുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് അത്ര ആത്മാർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഒരു പരിധി വരെ ജനം ഈ സത്യം അറിയാത്തത്. 2, ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയൂ. മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണം, അതിന് ആരെങ്കിലും പറയണ്ടേ. ട്രാക്ട് കൊടുക്കാൻ 10 പേര് റോഡിൽ ഇറങ്ങിയാലും തലേക്കെട്ടും താടിയായിട്ട് നിൽക്കുന്നവന്റെ കൈ മാത്രം കൊടുക്കൂല, ബാക്കി എല്ലാത്തിന്റെ കൈ. പിന്നെ എങ്ങനെ അവൻ രക്ഷിക്കപ്പെടും? കാര്യം കണ്ടെത്തില്ല, തുടങ്ങി. പിന്നെ അതിന് ഒരു പരിധി വരെ അങ്ങനെ പറയാൻ പറ്റാത്തതിന്റെ കാരണവും അവൻ ചോദിക്കുന്ന പല കാര്യത്തിലും നമുക്ക് മറുപടി പറയാനുള്ള നിലയിൽ ഉടനെ നമ്മൾ അല്ല അത് പിതാവ്, ഇത് പുത്രൻ, അല്ല അത് പരിശുദ്ധാത്മ. അപ്പൊ ദൈവം അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു മക്കളും ഉണ്ടായ അത് ഞാൻ പാസ്വേഡ് ചോദിച്ചിട്ട് പറയാം. കാര്യം അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പൊ ഒരു പരിധി വരെ അതൊക്കെ കൊണ്ട് തന്നെയാണ് രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം. പിന്നെ വേറെ ചിലരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഈ മുസ്ലിമൊക്കെ അങ്ങനെ ഇറങ്ങുമ്പം പിന്നെ ഒത്തിരി പ്രതികൂലം പ്രതിസന്ധിയുള്ള. ആദ്യം ഈ ചിന്ത അങ്ങ് മാറ്റണം. മുസ്ലിമെന്നല്ല, ഏത് വിഭാഗത്തിൽ നിന്നും കർത്താവിന്റെ പുറകെ ഇറങ്ങുന്നവന് കഷ്ടമുണ്ട്, പ്രതികൂലമുണ്ട്, ഉപദ്രവമുണ്ട്. പ്രതികൂലമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ. മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിവിടെ ഉണ്ട്. കൈ പുസ്തകമായിട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മണിക്കൂറോളം സംസാരിക്കാം. പുസ്തകം വേണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കർത്താവ് പോയ വഴിയെ പോകുന്നവന് കഷ്ടമുണ്ട്. യേശുക്രിസ്തുവിന്റെ ഭക്തിയോടെ എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുള്ളതിനകത്തുണ്ടെങ്കിൽ തൻ്റെ അടുത്തോടെ കരമുയർത്തിയ സ്വന്തം പറഞ്ഞു ഉറപ്പാണേ. എന്നാ ബാക്കി കൂടെ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാ
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണം എങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്ര. ഇങ്ങനെ ഒത്തിരി സമയം. അപ്പൊ അതുകൊണ്ട് പ്രതികൂലം എല്ലാത്തിനും ഉണ്ടെന്ന് അതൊന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നത് പറഞ്ഞ് സഹതാപം പറയാൻ ഇത് കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ രണ്ടടി കിട്ടിയെന്ന് കേൾക്കാൻ ബന്ധുക്കോസുകാർക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് അതൊട്ടും പറയുന്നില്ല. ഒത്തിരി കാണുന്നില്ല, 13 വർഷമായി. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇന്ന് പകൽ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ പറഞ്ഞു തരാം. എന്തായാലും ഇതിനകത്തിരിക്കുന്ന 99% പേരും പെന്തക്കോസ്തുകാരാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയത്തിലേക്ക് ഞാൻ ഓടി വരാം. കഴിഞ്ഞ 13 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല തെരുക്കോടുകളിലും പല കൺവെൻഷനുകളിലും പരസ്യമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണെന്ന് തന്റെ അടുത്തോടെ പ്രസംഗിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന യാത്രകളിൽ ഒരുപാട് പേര് എന്നോട് വർത്തമാനം പറയാറുണ്ട്, പരിചയപ്പെടാറുണ്ട്, അഭിപ്രായങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഒരു 90% പേരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഷമീറെ, നീ എന്തിന് ക്രിസ്ത്യാനിയാണ്? എന്തിന് ക്രിസ്ത്യാനിയാണ്? നല്ലൊരു മതം വിട്ട്, നല്ലൊരു സമുദായം വിട്ട്, നല്ലൊരു ആൾക്കാരെ വിട്ടിട്ട് നിങ്ങൾ എന്തിനാപ്പം അങ്ങനെ പോയതെന്ന നിലയിൽ പലരും ചോദിക്കുന്നു, നീ എന്തിന് ക്രിസ്ത്യാനിയായി? 90% പേരും ചോദിക്കുന്നത് അങ്ങനാണെങ്കിൽ 10% ചോദിക്കുന്നത് അങ്ങനല്ല. പിന്നെയോ അവര് ചോദിക്കുന്നത് എന്തായാലും ക്രിസ്ത്യാനി ആയതോ ആയിപ്പോയി, നിങ്ങൾ പോയതോ പോയി. ഈ കലവില പറയുന്നവരുടെ കൂട്ടത്തിൽ എന്തിനാ കൂടി? എത്രയോ വലിയ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു, മാർബിൾ കെട്ടിയ പള്ളി, ടൈൽസ് ഇട്ട പള്ളി, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങി വരുന്ന പള്ളി. അവിടേക്കും പോകാതെ ഈ 20-30 പേരിരുന്ന് പുലുപുലു എന്ന് അടിക്കുന്നിടത്ത് പോയല്ലോ എന്ന് പറഞ്ഞാണ് ചിലർ ആക്ഷേപിച്ച് പറയുന്നത്. സ്നേഹിതരെ, പലരും പഠിച്ചു വച്ചിരിക്കുന്നത് ആള് കൂടുന്നത് ആത്മീയമാണ്. ആരും തോത്രം പറഞ്ഞില്ല. ആള് കൂടുന്നത് ആത്മീയമാണെന്നാ കേട്ടോ. ആള് കൂടുന്നത് ആത്മീയമല്ല. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ ശബരിമലയ്ക്ക് പോയാലും മതി. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ അമൃതാനന്ദം എടുത്തു പോയാലും മതി. ആള് കൂടുന്നത് ആത്മീയമാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ബിവറേജിലേക്ക് പോയാലും മതി. ഇതിനകത്ത് വരണമെന്നില്ല. നല്ല കൂട്ടം ഇവിടെ പലയിടത്തുമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതു വിധത്തിലും ആള് കൂടിയാൽ പ്രസാദിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കൂ. ഏതു വിധത്തിലും ആള് കൂടിയാൽ മതി എന്ന നിലയിൽ കൊച്ചു കേരളത്തിലും ഉപദേശത്തിൽ കത്രിക വെച്ചുകൊണ്ട് ആളെ കൂട്ടാൻ ഉപദേശിമാര് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്ത്യകാലത്തിൽ രക്ഷിക്കപ്പെട്ടവനകത്തുണ്ടെങ്കിൽ തിരിച്ചറിയണം, ഏതു വിധത്തിലും ആളെ കൂട്ടിയാൽ അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. ഉൽപ്പത്തി തൊട്ട് അങ്ങോട്ട് പഠിക്കുക. ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന ജലപ്രളയം ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ അഴുകി ഒഴുകി ഒലിച്ചു പോയത് ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ അല്ലേ? ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ ഒഴുകിപ്പോയ ലക്ഷങ്ങളെ കുറിച്ച് ഓർത്ത് തലേ കൈവച്ച് കരഞ്ഞൊരു ദൈവമല്ല എന്റെ ദൈവം. മറിച്ച് പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സുള്ള, പറഞ്ഞതനുസരിക്കാൻ മനസ്സുള്ള, പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ മനസ്സുള്ള, ഇറങ്ങി പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മനസ്സുള്ള, വെറും 8 രണ്ടക്കം കടന്നില്ല. 10 എങ്കിൽ 2 ആയാലും ആയിരം മാമേ ഒറ്റയക്കം 8, വെറും 8. ആ 8 എണ്ണത്തിൽ പ്രസാദിച്ചത് പുറപ്പാട് പഠിക്കുക. യഹോവയുടെ അരുളപ്പാടും പ്രാപിച്ചിട്ട് മലയിറങ്ങി വരുന്ന മോശ കാണുന്ന രംഗം എന്തെന്നറിയാമോ? ഒറ്റയ്ക്കേ ഉള്ളു പുള്ളി. പക്ഷെ പുള്ളി യഹോവയുടെ അരുളപ്പാട് കൊണ്ടാണ് വരുന്നത്. പുറമെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ മലയുടെ അടിവാരത്തൊരു ഭൂരിപക്ഷം ആൾക്കൂട്ടം ആട്ടവും പാട്ടവും മേളവും തുള്ളലും ഒക്കെ അങ്ങ് തകർത്തടിച്ചോണ്ടിരിക്കുക. അതിന് ഇപ്പോഴത്തെ നാട്ടിലെ ചില പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈസാംബർഷിപ്പ് നടക്കുക. അവിടെ പ്രൈസാംബർഷിപ്പ് നടക്കുക, ഭയങ്കര പ്രൈസാംബർഷിപ്പ് നടക്കുക. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ അത് പേര് മാറ്റി. നാട്ടിൽ ഇപ്പൊ പേര് മാറ്റി. തിരുവനന്തപുരത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, പേര് മാറ്റി നോൺ സ്റ്റോപ്പ് വർഷിപ്പ്. 101 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. അവൻ നിർത്തില്ലെന്നാ പറയാം, നിർത്താൻ പറ്റത്തില്ല. 101 മണിക്കൂർ. കൗതുകം തോന്നി ബോർഡ് കണ്ടപ്പോൾ ആരാടാ 101 മണിക്കൂർ ഈ നിർത്താതെ ആത്മാവിനെ ഇറക്കുന്നതെന്ന് ഒന്ന് കാണാൻ അകത്തേക്ക് ഒന്ന് തലവലിച്ചു നോക്കിയപ്പോഴോ ഞെട്ടിപ്പോയി. 2.5 കിലോ മുടി അവന്റെ തലയിലുണ്ട്. അടിച്ചു നനച്ച് കുളിച്ചിട്ട് ദിവസം കുറയായി. മുട്ടനാടിന്റെ താടി പോലെ ഒരു കഷ്ണം എടുത്ത് ചുണ്ട തൊട്ടിച്ച് വെച്ചേച്ച് അവൻ നിന്നുകൊണ്ട് ആത്മാവിനെ ഇറക്കുക. തത്ത പ്രിയമുള്ളവരെ, അതിശോക്തി പറയുകയല്ല. അബദ്ധത്തിൽ എങ്ങാനും അവനൊന്ന് കുനിഞ്ഞാൽ അവൻ അകത്തിട്ടിരിക്കുന്ന നിക്കറ് നമുക്ക് പുറത്തു കാണാം. ഇതാണ് വേഷം. അതിന് ചിലരൊക്കെ പറയുന്നൊരു ന്യായമുണ്ട്, പക്ഷെ കാലം മാറി, സ്ഥലം മാറി, മാറ്റം ഉണ്ടോ എന്ന് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വചനത്തിലോട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണേ.
അവൻ ഇങ്ങനെ പല നിലയിൽ അവൻ ആളെ കൂട്ടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്ത് നോക്കണം, മലയുടെ അടിവാരത്ത് പ്രമാണം വിട്ടിട്ട് തുള്ളിയ ഭൂരിപക്ഷത്തെ നോക്കി രോമാഞ്ചം കൊണ്ട ദൈവം വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇല്ല. യഹോവയുടെ കോപം ജ്വലിച്ചിട്ട് 3000 എണ്ണത്തെ അവിടെ സംഹരിച്ചു. തീർന്നില്ല. നോക്ക്, 400 ബാലിന്റെ പ്രവാചകന്മാർ, 450 അശേര, 850 ഭൂരിപക്ഷം ഒരു വശത്ത്, മറുവശത്ത് പ്രമാണത്തിൽ നിൽക്കുന്ന ഏരിയ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരുന്ന 850 എണ്ണത്തിന്റെ നടുവിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തന് വേണ്ടി ആകാശം പിളർന്ന് തീയിറക്കി അവന്റെ ദൈവം ഞാനാണെന്ന് ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ജീവനുള്ള ദൈവം. ഈ ദിവസം ഒശിവേദ്യം ഭാഷ പറഞ്ഞു, എനിക്കിവിടെ വന്നിട്ട് ഇച്ചിരി ഇഷ്ടം തോന്നിയ ഒരു മനുഷ്യനാണ് മനസ്സിൽ. കാരണം പുള്ളി പറഞ്ഞു, കുഞ്ഞെ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. ഒറ്റയ്ക്കായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. അതെനിക്ക് വലിയൊരു ദൂതായി പ്രവചനമായി ഒക്കെ ഞാനത് ഇന്നലെ ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. പറഞ്ഞത്, ഒരുത്തന് വേണ്ടി ജാതികളുടെ മുമ്പിൽ പ്രവർത്തി വെളിപ്പെടുത്തിയ ജീവനുള്ള ദൈവം. ഇനിയും പഠിക്കുക. ഹാമാനെ കുമ്പിടുന്ന ഭൂരിപക്ഷം കടുത്തറുത്തിട്ടാലും ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞ ന്യൂനപക്ഷം. നിങ്ങൾ ശ്രദ്ധിക്കണം, രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഓർഡറാണ്. നിങ്ങൾ പറയുന്ന കളിയൊന്നും അല്ല. ആർക്കും കയറി എന്തെങ്കിലും പ്രസംഗിച്ചിട്ടൊക്കെ പോവാം. ഞങ്ങൾ ജീവിക്കുന്നിടത്ത് നിയമമാണ്. നിങ്ങൾ ജീവിക്കുന്നിടത്ത് മാത്രമല്ല നിയമം. ഇതിനകത്ത് താമസിക്കുന്ന, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിലെ രാജാവിന്റെ ഓർഡറാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ ആമാനെ കുമ്പിടണം. കുമ്പിടാത്തവന്റെ തല പോകുന്ന കേസാ. നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യവും പ്രമാണം നോക്കിക്കൊണ്ടിരുന്നാലൊന്നും ഒക്കത്തില്ലെന്ന് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിന്റെ കൽപ്പനയെക്കാളും വലുത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പിടികിട്ടുന്നുണ്ടോ കാര്യം? രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുന്നു ആമാനെ കുമ്പിടണം. യഹൂദന്റെ കയ്യിലിരിക്കുന്ന പ്രമാണം പറയുന്നു ഞാനല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ കുമ്പിടരുത്. അവിടെ രാജാവിന്റെ കൽപ്പനയെക്കാളും വലുത് പ്രമാണത്തിനാണെന്ന് പറഞ്ഞ ന്യൂനപക്ഷത്തിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ദൈവജനത്തിനെതിരായ തീർപ്പ് മാറ്റി എഴുതിച്ച ദൈവം അല്ലേ? അമേരിക്കയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു നിയമം വന്നെന്ന് നമുക്ക് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നല്ലോ. എന്താ നിയമം വന്നേ? അത് ഇന്ന ആള് പ്രസിഡന്റ് ആയോണ്ട്. ഒന്നുമല്ല, കുഴപ്പം നിന്റെയാ. ഈ പട്ടണത്തിലെ കാവൽക്കാരാരാ? പ്രസിഡന്റ് അല്ല. ഈ പട്ടണത്തിന്റെ കാവൽക്കാര് ഇവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. അമേ, നീ നിന്റെ ഉത്തരവാദിത്വം മറന്നതുകൊണ്ട്, നീ നിന്റെ ഉത്തരവാദിത്വം വിട്ട് പ്രമാണം വിട്ട് ഇവിടെ ആഘോഷിച്ച് നടക്കുന്നത് കൊണ്ട് കാവൽക്കാരാ എന്ന ചോദ്യത്തിന് നീ മറുപടി പറയേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തിരിച്ചറിയണം, കുഴപ്പം എന്റെതാ. ഇറങ്ങ്. രാമ ചാക്കൊടുത്ത് തലയിൽ പൂഴിവാരിയിട്ട മൊർദെഖായിയെ പോലെ കോട്ടൂരി വച്ചിട്ട് ഇറങ്ങ്. രട്ടെടുത്ത് നിലവിളിക്ക്. ഉപവസിക്ക്, തിന്നുകയും കുടിക്കുകയും നിലവിളിക്ക്. അധികാരി ഉറക്കം കൊടുക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ എഴുതിയ തീർപ്പ് ഒറ്റ രാത്രി കൊണ്ട് മാറ്റി എഴുതിച്ചിട്ട് നിന്റെ ദൈവം ദൈവമാണെന്ന് അമേരിക്കയിൽ വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവം തന്റെ അല്ലാതെ ഇനി നാറുന്ന രാഷ്ട്രീയ കളി കളിച്ച് കസേരക്ക് അടിച്ചുകൊണ്ടിരിക്കാതെ ഉത്തരവാദിത്വത്തിലോട്ട് ഇറങ്ങി. ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് ഈ പട്ടണം നിയന്ത്രിക്കുന്ന കാവൽക്കാർ. അവരുടെ കയ്യിലാണ് ഈ പട്ടണത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. രാജാവിന്റെ ഓർഡറിനേക്കാൾ ഞങ്ങൾക്ക് വലുത് പ്രമാണം, ദൈവത്തിന്റെ കൽപ്പന. നോക്ക, തീർന്നില്ലെന്ന്. നെബൂഖദ്നേസർ നിർത്തിയിരിക്കുന്ന ബിംബത്തെ വണങ്ങുന്ന ഭൂരിപക്ഷം കഴുത്തറുത്തിട്ടാലും നിന്റെ ബിംബത്തെ വണങ്ങാൻ ഞങ്ങളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് വേണ്ടി നാലാമനായി തീച്ചൂളക്കകത്ത് ഇറങ്ങി വന്ന് ഭക്തന്മാരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ജീവനുള്ള ദൈവം. അയ്യോ മാസ്റ്ററേ, അതൊക്കെ പഴയ നിയമത്തിലൊക്കെ ചുമ്മാ പഴയ നിയമം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാറുണ്ട്. ചിലർക്ക് പഴയ നിയമം ഭയങ്കര ഇച്ചീച്ചിയാ. ഇപ്പൊ നാട്ടിൽ കുറെ നവപ്രസംഗകര് അപ്പച്ചന്മാരെ തെറി വിളിച്ചോണ്ട് അരനിക്കറിട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവന്മാര് പറയുന്നത് പഴയ നിയമം വേണ്ടെന്ന്. സ്നേഹിതരെ, പഴയ നിയമം വേണോ എന്ന് തെളിയിക്കാനുള്ള സമയം മുന്നിലില്ലാത്തത് കൊണ്ട്
ആ ഭാഗം ഞാൻ അവിടെ നിർത്തി വിടുക. ശ്രദ്ധിക്കണം. ആമേൻ. പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞ്, സങ്കീർത്തനം കീറിക്കളയണമെന്ന് പറഞ്ഞ്, ഇതൊന്നും പള്ളി വായിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഈ അവജ്ഞയോടെ കാണുന്ന ഇവരിൽ പലരും മുമ്പിലിരിക്കുന്ന യൂത്തിനെ, മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ തുള്ളിക്കാനെടുക്കുന്ന ഒരു വാക്യം പലപ്പോഴും എനിക്ക് ചിരി ഉളവാക്കിയിട്ടുണ്ട്. പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇവര് മുമ്പിലിരിക്കുന്നവരോട് പറയാണ്, പ്രാപിക്ക് പുത്രന്മാർ പുത്രിമാർ അന്ത്യകാലത്ത് സകല ജാതിമേലും എന്റെ ആത്മാവിനെ പകരുമോ. അതാരാ പറഞ്ഞേ? ഒന്നുമില്ലല്ലോ. അതാരാ പറഞ്ഞേ? അത് യോവേല് പഴയ നിയമത്തിൽ പറഞ്ഞതാ. പക്ഷെ എവരിത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കണ്ടിട്ട് വിളിച്ചതാരായാലും അവരുടെ കാര്യത്തിൽ തീരുമാനമായി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ കോളത്തിന് പറ്റിയ പരാജയം എന്താന്ന് എന്നോട് ചോദിക്കാൻ. ആമേ, എനിക്കൊരു മറുപടി പറയാനുണ്ട്. എന്തെന്നറിയാമോ? ആമേ, നമ്മുടെ മനോഭാവം മാറി. ആമേ, ഇന്നത്തെ വിശ്വാസിയുടെ മനോഭാവം എന്നറിയാമോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ദൈവം പറയണം. എന്താന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. തമ്പുരാന്റെ ഇഷ്ടം നിന്നോട് പറയും. നീ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ നീ എനിക്ക് ജനമായും ഞാൻ നിനക്ക് ദൈവമായും ഇരിക്കും. അങ്ങനെ പുസ്തകം അവിടെ പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചൊന്നല്ല. പുതിയ നിയമത്തിലും ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനുമില്ല. ഹല്ലേലൂയ. കർത്താവ് പ്രസംഗിച്ചിടത്ത് ഒത്തിരി പേര് പുറകെ വന്നതെന്തിനാ? വല്ലതൊക്കെ കിട്ടും, ഒന്നുകിൽ അപ്പമല്ലേ, സൗഖ്യമല്ലേ, വിടുതൽ, ഇതൊക്കെ പറഞ്ഞ് പുറകെ വന്നാ. പക്ഷേ ഇടയ്ക്ക് വെച്ച് കർത്താവ് ഉപദേശം പറഞ്ഞു. എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെ അമ്മ വീടോ വസ്തുവോ നിലങ്ങളെ മക്കളെ എന്തിനാ? സ്വന്തം പ്രാണനം കൂടെ, എനിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എല്ലാം പറഞ്ഞു തീർന്ന് നോക്കിയപ്പോ മിച്ചം 12 ഉള്ളൂ. മുമ്പിൽ 12, വെറും 12 ഉള്ളൂ. ഞാനോ ഇരിക്കുന്ന ദൈവദാസന്മാരെ ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ 12നോട് എന്ത് പറയുന്നു പറയട്ടെ. ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറയും. ഒരു ഉദാഹരണം പറയട്ടെ. കർത്താവ് ചോദിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ശിഷ്യന്മാരുടെ ഒരു ഭാവന പറയാമോ? ശിഷ്യന്മാർ എല്ലാം പോയാ പിന്നെ പോവാതെ ഇച്ചിരി മര്യാദക്കൊക്കെ പറ. പിന്നെ അപ്പനെ വിടണം, അമ്മയെ വിടണം, മക്കളെ വിടണം. കുഞ്ഞമ്മ അങ്ങനെ വിടാൻ നോക്കൂ? കൊച്ചിന് ഫീസ് കൊടുക്കുന്ന കുഞ്ഞമ്മ എന്ത്? നിങ്ങൾ പറഞ്ഞാൽ കേട്ടോണ്ട് ഇങ്ങോട്ട് തുള്ളാൻ ഇറങ്ങി കുഞ്ഞമ്മ വിട്ടാൽ ഞങ്ങൾ അവിടെ കിടക്കും. കൊച്ചിന് ആരും ഫീസ് കൊടുക്കും? അവിടെ ഒരു ചിരിയൊക്കെ ഭയം. എന്നോട് ഇതാന്നേ പലരും പറയുന്നു. എന്തോ ചെയ്യാൻ എന്നെ തല്ലി കൊന്നാലും എനിക്ക് ഒക്കുന്നില്ല. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ 100 വട്ടം പ്രാർത്ഥിച്ച കർത്താവേ ഒന്നും പറയല്ലേ, എന്തെങ്കിലും പറഞ്ഞ് സമാധാനത്തിലൊക്കെ വിടണം, എനിക്ക് പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ച സംഗതി ഇതാണ് കേട്ടോടെ. കർത്താവ് പോയി അവിടെ ഞാനോ ഈ ദൈവദാസന്മാർ ഞങ്ങൾ ആരെങ്കിലും ആണെ പറയുന്നൊരു മറുപടി കേൾക്കണം. ഞങ്ങൾ ആരെങ്കിലും പറയും, അച്ഛാ സംഭവിച്ചു പോയത് പോയി അല്ലേ, നിങ്ങളേലും ഇട്ടേച്ച് പോയത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് കൊടുത്ത് വാടകയൊക്കെ കൊടുത്ത് ഒരു കാര്യം ചെയ്യും, അച്ഛാനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛനെ പ്രസാദമാക്കാം, നമുക്ക് ഉള്ളത് കൊണ്ട് തട്ടിപ്പത്തി പോവാച്ചാ. ഇതേ നമ്മൾ പറയും. കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ? വിട്ടോ. അവൻ പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സില്ലെങ്കിൽ നീ വേറെ വല്ല പണിക്കും പോയിക്കോളാം. പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സില്ലെങ്കിൽ നീ തുള്ളാനിറങ്ങണ്ട, വേറെ വല്ല പണിക്കും പോയിക്കോളും. അമേ, ഉപദേശത്തിൽ കത്രിക വെച്ച ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനുമില്ല. കർത്താവിന്റെ പുറകെ ഇറങ്ങുന്നവൻ അവൻ പറഞ്ഞതുപോലെ നടക്കേണ്ടതാണ്. നമുക്ക് അപ്പൊ ഉപദേശത്തിൽ കത്രിക വെച്ച് ആളെ കൂട്ടുന്ന വകുപ്പില്ല. കാരണം ഇവിടെ വായിച്ച കുറിവാക്യം വേർപെട്ട ദൈവമക്കൾക്ക് ഒരു പ്രമാണമുണ്ട്. വേർപെട്ട് ചിതറിക്കിടക്കുന്ന ഒരു ജനം, അവർക്കൊരു പ്രമാണമുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഒരു നിഴലാണ്. കാരണം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണെന്ന് നമുക്കറിയാം. എന്നാൽ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ മർമ്മപ്രധാനമായ ചില നിഴലുകൾ ഒളിച്ചിരിക്കുന്നത്, ആ നിഴലും അതിന്റെ പൊരുളും 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ ഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം. ആമേ, 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരിക. ആ ഇങ്ങനെ പറയുന്നു. ആമേ, അപ്പോൾ രാജാവിന്റെ
രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. ശ്രദ്ധിക്കണം, ഇതൊരു നിഴല. എന്താ ഇതിന്റെ പൊരുൾ പറഞ്ഞു തരാം. അവിടുത്തെ നിഴല് രാജാവിന് ആര് വേണം? ഒരു മണവാട്ടിയെ വേണം. ഈ മണവാട്ടി ആരാണ്? പകരക്കാരിയാണ്. ആർക്ക് പകരം? വസ്തുക്ക് പകരം. ഇത് നിഴലല്ലേ? അതെ. എന്താ ഇതിന്റെ പൊരുൾ പറയാം. ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ പദവിയുടെ പേര് എന്താ? മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി സഭ. നമ്മളും പകരക്കാരാണ്. ആർക്ക് പകരം? ആർക്ക് പകരം? ഈ മണവാട്ടി ഭാഗത്തിലേക്ക് വരുന്നത് ആരായിരുന്നു? അവനോ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു കൊന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷ സൗജന്യമായി ജാതികളിലേക്ക് തിരിയുന്നു. അതുകൊണ്ട് ഷമീറും കോശി വൈദ്യനും രജി നാരായണനും ഒന്നിച്ചു അല്ലേ? കേൾക്കുമ്പോ ചിലർ പറയും, അതേ വാസ്തവ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. ഞങ്ങളൊക്കെ പിന്നെ ജനിച്ചത് പിന്നെ ക്രിസ്ത്യാനി ആയിട്ട് മറ്റേ പഴയ ആര് ഒരുത്തനുമില്ല. ഈ പുസ്തകപ്രകാരം 3 കൂട്ടം ആൾക്കാരെ ഉലകത്തിൽ ഉള്ളൂ. 1 യഹൂദൻ, 2 യഹൂദനല്ലാത്ത സകലരെയും വിളിച്ച ഒറ്റ പേര് എന്താ വാസേ? ജാതികൾ. 3 രക്ഷിക്കപ്പെട്ട ദൈവമാണ്. അപ്പൊ ഇതിൽ ഞങ്ങൾ ജനിച്ചതേ ക്രിസ്ത്യാനിയാണ് ഒരാളുണ്ടോ? ഞാൻ ഇപ്പൊ തെളിയിക്കാം. എന്റെ പപ്പ യഹൂദനാന്നുള്ളവർ കൈപോക്കി. എന്റെ വല്യപ്പച്ചൻ യഹൂദനാന്നുള്ളൂ ഇല്ല, പടങ്ങി പോകണം. മുത്തച്ഛൻ യഹൂദനാണെന്നുള്ളവര് ഇല്ല. വലിയ കോളറൊന്നും പിടിക്കണ്ട, മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ആകെ കൂടി 2 കൂട്ടരേ ഉള്ളെന്ന്. ഒന്നുകിൽ ജാതി, അല്ലേ ദൈവമക്കൾ. ആര് കൈയൊന്നും നോക്കണ്ട, ആരാണെന്ന് തന്നെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് നോക്കണം, ശ്രദ്ധിക്കണം. അവൻ അവിടെ പകരക്കാരിയായ മണവാട്ടിയായി നമ്മളും എവിടെ വന്നു? രാജാവിന്റെ സന്നിധിയിൽ വന്നു. ഈ മണവാട്ടിയെ കണ്ടെത്താൻ രാജാവ് എന്താ ചെയ്തത്? അവിടെ നിഴലായി എന്താ ചെയ്തത്? സകല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. എന്താ ഇതിന്റെ പൊരുള്? രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ ഓരോ ദേശത്തോടും രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ദൈവത്തിന്റെ ദാസന്മാർ. കർത്താവിന്റെ വേല ചെയ്യുന്നവർ ദൈവം നിയോഗിച്ച സ്റ്റാഫാണ്, ദൈവത്തിന്റെ സ്റ്റാഫ്. എന്തിനാ? അവന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ. മനസ്സിലായോ? കർത്താവിന്റെ വേല ചെയ്യുന്നവർ ആരുടെ സ്റ്റാഫാ? ദൈവത്തിന്റെ സ്റ്റാഫാ. അനേക പുൾപിറ്റിൽ ദൈവദാസന്മാരുടെ കണ്ണുനീര് വീഴുന്നുണ്ട്. സഭ അറിഞ്ഞോണം, ദൈവദാസന്മാരുടെ കണ്ണുനീര് വീഴാൻ കാരണമാകുന്നവന്റെ തലമുറയെ വിടത്തില്ല ദൈവം. കാരണം ദൈവത്തിന്റെ സ്റ്റാഫാണ്. ഞാനത് പറയുമ്പോൾ ഒന്നുകൂടെ ചേർത്ത് പറയാം. ചിലർ പറയുമ്പോൾ പരിപാടി പാസ്റ്റർ അങ്ങനെയാണെങ്കിൽ ഈ ചില ദൈവദാസന്മാരെയൊക്കെ പാസ്റ്റർ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എടോ, ദൈവവചനം സത്യവചനം പഥ്യമായി പ്രസംഗിക്കുന്നവരാണ് ദൈവദാസൻ. കള്ളന്മാരെ പറയുന്ന ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കാം. പിന്നെ ഇന്നലെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടു. നമ്മൾ ഈ വിമർശിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ അത് വിമർശിക്കുമ്പോൾ അവനെ നേടുന്ന വിമർശനമായിട്ടുണ്ട്. എനിക്ക് പിന്നെ മറുപടി പറയാനുള്ള അവസരം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതൊക്കെ പറയുക. പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കുഴിയിലേക്ക് നടന്നു പോകുന്ന ഒരുത്തനെ, എടാ അത് കുഴിയാതെ വീടല്ലേ എന്ന് പറഞ്ഞ് അവനെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന വിമർശനം നല്ലതാണ്. എനിക്കും കേട്ടപ്പോഴുള്ള സന്തോഷമായിട്ട് തോന്നി. പക്ഷെ തിരിച്ചൊരു ചോദ്യം കൂടെ എനിക്ക് നിങ്ങളോട് മുമ്പിൽ വെക്കാനുണ്ട്. ഈ മനുഷ്യൻ കുഴിയിലേക്ക് പോവുക. ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛാ പോലെ അവിടെ കുഴിയാതെ വീഴുമെന്ന് പറഞ്ഞു. എൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ പിന്നെയും കുഴിയിലോട്ട് തന്നെ അങ്ങ് പോവുക. ആയിക്കോട്ടെ, അവൻ പോയി വീഴുവോ നശിക്കുകയോ എന്തോ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന വഴിക്ക് ഇവരെ 3-4 പേരും കൂടെ പിടിച്ച് ആ കുഴിയിലോട്ട് ഇയാൾ കൊണ്ടുപോവുകയാണെങ്കിലും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? എന്ത് നിങ്ങൾക്കുള്ളതേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലരെയും പിടിച്ച് ആ കുഴിയിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉണ്ടായില്ല. അവനോട് മര്യാദയ്ക്ക് പറഞ്ഞു, ഈ പോക്ക് തെറ്റാണ്, ഈ നിലയെ പഠിപ്പിക്കരുത്, ഈ തരത്തിൽ ചെയ്യരുത് പറഞ്ഞിട്ടും അത് തന്നെ തുടരുകയും അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ വലിച്ച് ഇത്തരത്തിലുള്ളതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരുത്തരും ഉണ്ടായിരിക്കാൻ ഒക്കത്തില്ല. ബോധമാണ് പറയുന്നത്. ചുമ്മാ കയറി നമുക്ക് പറയണം. അമ്മേ കൊണ്ട് മനസ്സിലാക്കണം. ഇവിടെ രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കർത്താവിന്റെ ദാസന്മാർ. കേന്ദ്രത്തിന്റെ ശാപാണ്. കേന്ദ്രത്തിന് പറയുമ്പോൾ അതിന് വിചാരിച്ച മോഡിയുടെ ആയിരിക്കും കേന്ദ്രത്തിന്.
മോഡിയൊന്നും നമുക്കൊരു വിഷയമല്ല. കേരളത്തിലാണ് എൻ്റെ ദൈവദാസനെ മോഡി ഏടിയൻ്റെ മോങ്ങൽ ഇതുവരെ തീർന്നിട്ടില്ല. സഭയ്ക്കകത്തെല്ലാം മോഡി കയറിയതിൻ്റെ മോങ്ങൽ ഇതുവരെ തീർന്നിട്ടില്ല. ഉപവാസം മോഡി മോഡി അവൻ കുളിച്ചിട്ട് തല തോർത്തിയപ്പോൾ ആ ടവൽ ശ്രദ്ധിച്ചായിരുന്നോ? അതിൽ ചില മുടി പൊഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പോലും എൻ്റെ ദൈവം അറിയാതെ അറിയും. അപ്പൊ ഒരു ഭരണകൂടം മാറിയപ്പോൾ തമ്പുരാൻ കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നു. ദൈവം അനുവദിച്ചിട്ട് ചിലതിനെ ചില സ്ഥാനത്തോട്ട് കൊണ്ട് നിർത്തുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അത് പറഞ്ഞ് നീ പോകാതെ ആത്മാക്കൾക്ക് വേണ്ടി കരയാമോ? നശിച്ചു പോകുന്ന കൂട്ടുസഹോദരങ്ങൾക്ക് വേണ്ടി കരയാമോ? അല്ലെ തന്നെ നമ്മുടെ അപ്പച്ചന്മാര് പണ്ടേ പാടി തന്നില്ല ചോദിച്ചാ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോഡി വിളിച്ചാലും സുന്ദര മനോഹര നിന്നെ വിട്ടു പോകുന്നത് പണ്ടാ പാടി പിന്നല്ലേ ഇതൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണേ, രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ദൈവത്തിന്റെ ദാസന്മാർ. എന്തിനാ നിർത്തിയിരിക്കുക? എന്തിനാ? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ? ആ മണവാട്ടിയെ കണ്ടെത്തണം. അല്ലാതെ സ്വോത്ര കാഴ്ചയുടെ സഞ്ചിയും തൂക്കി ഇരുന്നാ പോലെ ആ വീഴട്ടെ അങ്ങനെ വീഴട്ടെ, ഗാന്ധി തലകൾ വീഴട്ടെ, തൂങ്ങട്ടെ അങ്ങനെ തൂങ്ങട്ടെ, സഞ്ചിയുടെ ഭാരം തൂങ്ങട്ടെ. അതല്ല വിളിച്ചത്. ആത്മാക്കളെ നേടണം. ഹല്ലേലൂയ. ആത്മാക്കളെ നേടാൻ നീ ഇറങ്ങിയ സഞ്ചി വീഴേണ്ടത് കൂടും ഓട്ടോമാറ്റിക്കാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവം വിശ്വസ്തനാണ്. 13 വർഷം തൻ്റെ ഇടത്തോടെ ഞാൻ ചോദിക്കുക, IPC-യിലെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടെ ഉണ്ട്. KC തോമസ് മാഷ് ഉൾപ്പെടെ പലരും ഉണ്ട്. 13 വർഷമായി ഷമീറിന് മാസാമാസം ആഴ്ച വർഷാവർഷം ഞങ്ങൾ 100 രൂപ അതിൽ കൂടുതൽ 13 വർഷത്തിൽ നീ നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, കിട്ടിയാൽ 2 കൈ തട്ടി പഠിക്കും. ഇപ്പോഴത്തെ കാര്യം പറയാം. ഈ നിമിഷം വരെ ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരുത്തനെ കൊണ്ട് പറയിക്കാമെങ്കിൽ സുവിശേഷ വേല ഇന്നത്തോടെ അവസാനിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ 13 വർഷം 2 കുഞ്ഞുങ്ങളെ കുടുംബത്തെ അടക്കം എന്നെ പോറ്റി എൻ്റെ ദൈവത്തെ എനിക്ക് വിശ്വാസം. മനസ്സിലായോ? നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്തണം. അത് രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ദൈവത്തിന്റെ ദാസന്മാർ. ശ്രദ്ധിക്കണം, ബാക്കി ചില കൂടി വരാം. അവിടെ മണവാട്ടിക്ക് മിനിമം 3 യോഗ്യത നിഴലായി എഴുതിയിരിക്കുന്നു. ഒന്ന്, സഹോദരിമാരുടെ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. എന്തുണ്ടായിരിക്കണം? സൗന്ദര്യം ഉണ്ടായിരിക്കണം. സൗന്ദര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് കണ്ണു തള്ളിയതും പല്ലും തീയതും കറുത്തതും കോങ്കണി ഒന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. എങ്ങനാണോ? അല്ല, വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ഇന്ന് കാണുന്ന പോലെ 2 ലിറ്റർ വെയിറ്റ് ചുണ്ടം തടിച്ച് യക്ഷിയെ പോലെ നഖം നീട്ടി വളർത്തി അച്ചാച്ചന്റെ മുതുക് മാന്തി പൊളിക്കുന്നൊന്നുമല്ല. മനസ്സിലായി? വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ഇറുകി പിടിച്ച ഡ്രസ്സ് കൊണ്ട് നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും അല്ലെന്ന്. വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. ഞാൻ അതിശോക്തി പറഞ്ഞ അല്ല ദൈവാസന്മാരെ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നാട്ടിനോട് ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഞാൻ ഇവിടെ ആദ്യം, വിദേശത്തൊക്കെ ആദ്യം. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. നാട്ടിലൊക്കെ ഞങ്ങൾ പല പുൾപിറ്റിൽ കയറി ഞങ്ങൾ പ്രസംഗിക്കാനൊക്കെ ദൈവാസന്മാരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് മുമ്പിൽ കുറെ പെമ്പിളേരൊക്കെ വന്ന് ഇറങ്ങിയിരിക്കുമല്ലോ. നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ജോലി എന്തോന്നറിയാം? വലിച്ചു എടുക്കുമ്പോ അറിയത്തില്ല ഇത് വലിച്ചാൽ നിങ്ങൾ നയിച്ചു അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഉപദേശത്തിൽ നിൽക്കുന്നവരിനകത്തുണ്ട് കൈയടി ഉണ്ടോന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എടുക്കാൻ ചെല്ലുമ്പോ മമ്മി പറയണം, ഇടി മോളെ അത് വേണ്ട, അത് സൺഡേ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വലിച്ചാൽ നിങ്ങൾ നയിച്ചല്ല, അത് വേണ്ടെന്ന് ആര് പറയണം? മമ്മി എങ്ങനെ പറയും? മമ്മി വലിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുകളിയല്ല വിശ്വാസം. തിരിച്ചറിയ. തല നരച്ചവരിനകത്തിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ചോദിക്ക. ചില വർഷങ്ങൾക്ക് മുമ്പ് പെന്തിക്കോസുകാരി എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് വേദപുസ്തകം പിടിച്ചോണ്ട് റോഡിൽ കൂടെ നടന്നാൽ കവലെ നിൽക്കുന്ന പയ്യന്മാരൊരു കമന്റ് പോലും പറയില്ല. പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവൻ പറയും, മിണ്ടല്ലേ, പ്രാർത്ഥനക്കാരിയാ, പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ നീ ചത്തുവോന്ന് പറയും. ഇന്നത്തെ പെന്തിക്കോസുകാരി ഇറങ്ങി നടന്നാൽ 2 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്നവന്മാർ ഇനി വരും. കയ്യുമില്ല കാലുമില്ല. മനസ്സിലായോ? സ്വത്രമൊക്കെ പോയല്ലോ.
എന്റെ അനുഭവം പറയാമേ. കൊല്ലം ബീച്ചിൽ ഒരു കൊച്ചു കോളാമ്പി പിടിച്ചോണ്ട് പരസ്യമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അവിടെ ഇരുന്ന ഏതോ ഒരുത്തൻ ഈസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഒരു പോലീസുകാരൻ വന്ന് ഇങ്ങനെ 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 നിൽക്കുക. ഞാനൊന്ന് നിർത്തിയിട്ട് വേണം ഇങ്ങനെ പറയാം. ഞാനൊട്ട് നിർത്തുമോ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നോക്കിയതോ. ഞാൻ ചോദിച്ചു എന്താ സാധനം പ്രശ്നം ചോദിച്ചു. ഇവിടെ പിന്നെ മൈക്ക് ഓർഡർ ഉണ്ടോ? ഞാൻ പറഞ്ഞു കോളാമ്പിക്ക് മൈക്ക് ഓർഡർ വേണമെന്ന് എനിക്ക് അറിയത്തില്ല. അതല്ല, ഇവിടെ സ്റ്റേഷനിൽ ശല്യം ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് സാറേ അപ്പുറത്ത് അന്തന്മാരുടെ ഗാനമേള നടക്കുന്നത് 2 പെട്ടി വെച്ചു, അതിന് ശല്യമില്ല. ഈ കോളാമ്പി ഇവിടെ കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്നാൽ സാറ് കുടിച്ചുകൊണ്ടെങ്കിൽ ജയിലിൽ അവിടെ ആകുമ്പോൾ ഒരു സഭ തുടങ്ങാനുള്ള കള്ളന്മാർ അവിടെ കിടപ്പുണ്ട്, ഞങ്ങൾ അവിടെ സഭ തുടങ്ങിക്കോളാം. അവൻ ഉടനെ പുള്ളി അല്ല ഇച്ചിരി സൗണ്ട് കുറച്ച്. ഞാൻ 10 മിനിറ്റേ ഉള്ളൂ സാർ അവിടെ ഉണ്ടായിരിക്കും. 10 മിനിറ്റ് പറഞ്ഞു. ട്രാക്ട് കൊടുത്ത് സഹോദരന്മാർ വന്നു. ഞങ്ങളൊക്കെ പോവുകയാണ്. കേട്ടോണം, അനുഭവമായി പറഞ്ഞ കഥയല്ല. ഞങ്ങൾ പോകുമ്പോൾ ഈ പോലീസുകാരൻ പറയും ഇങ്ങനെ വരിക. ഞാൻ തിരിഞ്ഞു നോക്കി, എന്താ സാറേ? അല്ല ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ചാക്കോ എന്നാ പേര്. ഞാൻ പറഞ്ഞു സാറ് ചാക്ക സഞ്ചിയൊക്കെ ആയിട്ടാണോ ഞങ്ങളായിട്ട് വരട്ടിയെന്ന്. ഉടനെ പുള്ളി പറയാം അതല്ല, നമ്മളെ വിളിച്ചു, നമ്മുടെ ഡ്യൂട്ടി അല്ലേ. സാരമില്ല, നമ്മൾ കഴിഞ്ഞല്ലോ, നമ്മൾ പോവല്ലേ, ഓക്കെ. പിന്നെ മുമ്പോട്ട് പോയി. ഈ പുള്ളി പിന്നെ വരിക പറയാം. കേട്ടോണം, ഞങ്ങൾ തിരിച്ചു വന്നു. സാറേ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുള്ളി പറഞ്ഞ വാക്ക്. പിന്നെ അത് എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. ഞാൻ പറഞ്ഞാലും അല്ല, നിങ്ങൾ പോയി ഇനി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അവർക്കൊന്നും വരുത്തി വെക്കല്ലേ. ഉണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ കുത്തിയിരുന്നാൽ ചിലത് നടക്കുമെന്ന് ലോകം വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതേ പ്രമാണമല്ല ഇന്ന് ചുമക്കുന്നത്, അതേ ദൈവത്തെ അല്ല ഇന്നും ആരാധിക്കുന്നത്. എന്തേ മാറ്റം സംഭവിച്ചത്? ദൈവിക സ്വഭാവത്തിനല്ല, നമ്മുടെ സ്വഭാവത്തിന്. തിരിച്ചറിയണം. മണവാട്ടിക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം. ആമേൻ. എന്താ സൗന്ദര്യം? വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. എന്താ? യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, സുബോധത്തിന്റെ ആത്മാവ്, അനുസരണയുള്ള മനോഭാവം. അപ്പൊ അതിനെ കേട്ടു. എന്നായിരുന്നടി മറിയേ വരണമായിരുന്നടി എന്നാ രസം പറഞ്ഞു പോയി. എന്നെ അനുസരിച്ചു. ആമേ, അനുസരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നോക്കെ സുബോധത്തിന്റെ ആത്മാവ്. എന്താ സുബോധത്തിന്റെ ആത്മാവ്? നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. അതൊരു തെറ്റല്ല. നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ ഹല്ലേലൂയ ശ്രദ്ധിക്കണം. ആമേ, നൃത്തം ചെയ്ത് ആരാധിക്കാൻ തെറ്റല്ല. പക്ഷേ തലയിലെ സ്കാർഫ് താഴോട്ട് വീണാൽ അതറിയുന്ന ആത്മാവാണ് പരിശുദ്ധയാണ്, സുബോധത്തിന്റെ ആത്മാവ്. ആമേൻ. മനസ്സിലായോ? സ്കാർഫും പോയി, സാരിയും പോയി, ഒന്നാന്തരം ഭൂതമാണ്. മനസ്സിലാവുന്നു? സുബോധം വേണം. 2, ആമേൻ, വിശുദ്ധ വേദപുസ്തകം അഥവാ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദാറ്റ് മീൻസ് യേശു. ആ തിരുവചനത്തെ ചവിട്ടി 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 ആമേൻ ഭിത്തിയുടെ മൂലെ കൊണ്ടിടുന്ന നൃത്തമല്ല. ഹല്ലേലൂയ. സുബോധത്തിന്റെ ആത്മാവ്. അയ്യോ മാസ്റ്ററെ, അതൊക്കെ സഹോദരിമാരെ കുറിച്ചാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സഹോദരിമാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും പറഞ്ഞതിന്റെ ഒടുവിൽ പൗലോസ് ഒരു മർമ്മം കൊണ്ട് കോട്ട് ചെയ്തിട്ട് അവസാനിപ്പിച്ചത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. നമുക്കത് ബാധകമാണ്. 2, യുവത്വം ഉണ്ടായിരിക്കണം. ഞാൻ ഓടിച്ചു വിടുക, സമയം പോകുന്നുണ്ട്. യുവത്വം ഉണ്ടായിരിക്കണം. സൗന്ദര്യവും യുവത്വവും കന്യകത്വം ഓരോന്നും ഓരോ മണിക്കൂർ പ്രസംഗമാണ്. ആമേ, മക്കളെ, യുവത്വം എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് തല നരച്ച ഒരാഴ്ച ഇതിനകത്ത് വരണ്ട ആണോ? അല്ലച്ചാ, പിന്നെയോ കാലേവ് പറഞ്ഞതുപോലെ എന്റെ ഭൗതിക ശരീരം 85 ആയെങ്കിലും എന്റെ അകത്ത മനുഷ്യൻ ഇന്നും അവനോടൊരു വെട്ടുവെട്ടുക ആത്മാവിൽ റെഡിയാ. യുദ്ധത്തിന്റെ പ്രത്യേകത എന്ത് കാര്യം ഏൽപ്പിച്ചാലും ചാടി ചാടി നിൽക്കുന്ന പ്രായം അല്ലേ യുവത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യർ സഭയോട് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മൾ നേരെ ഓപ്പോസിറ്റാ. പുറമേ ഉള്ളത് സുന്ദരനായി സുന്ദരിയായി സുന്ദരനായി, അകത്തത് പട്ടിണി കിടന്ന് എല്ലും തോലുമായി വണങ്ങി 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 പോകാം. കാരണം പുറമേ ഉള്ളതിന് 3 നേരം പിസ്തായും എന്തൊക്കെ എനിക്ക് പേരൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഇതെല്ലാം കൊടുത്ത് അങ്ങോട്ട് വീർപ്പിച്ച് കയറ്റി ഉരുട്ടി പിടിച്ച് വെക്കുക. അകത്ത മനുഷ്യന് കിട്ടേണ്ട ആഹാരം ദൈവത്തിന്റെ വചനം, അത് ആഴ്ചയിൽ 1 ദിവസമാണ് കിട്ടുന്ന 1 നേരം. മനസ്സിലാവുന്നുണ്ടോ? അകത്ത മനുഷ്യൻ ഉണങ്ങിയിരിക്കുക. ഈ അകത്ത മനുഷ്യനാണ് പിശാചിനോട് പോരാട്ടമുള്ളത്, പുറത്തെ ജഡരക്തങ്ങളോടല്ല. മനസ്സിലാകുന്നുണ്ടോ?
ഈ അകത്തെ മനുഷ്യന് കിട്ടുന്ന ആഹാരം എങ്ങനെ കിട്ടാനാ? നാട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ 7 മണി തൊട്ട് 10 മണി വരെ സീരിയലിന്റെ മുമ്പ് ഇരുന്ന് പട്ടി പോകുന്ന പോലെ പൊങ്ങിയാൽ അരമണിക്കൂർ വേറെ ദിവസം വായിക്കുക. നാട്ടിലെ കാര്യം ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, ഇവിടെ സീരിയലിന്റെ ഗതി എന്തോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനൊരു കണ്ടീഷനിലേക്ക് ജനം വഴിമാറിയത് കൊണ്ട് അകത്തെ മനുഷ്യൻ യുവത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. 3, കന്യകത്വം ഉണ്ടായിരിക്കണം. എന്താ? ശ്രദ്ധിക്കണേ, വിവാഹം കഴിക്കുന്ന ഏതൊരു പെണ്ണിനെ കുറിച്ചും പുരുഷൻ ന്യായമായി, അന്യായമായിട്ടല്ല അച്ഛാ, ന്യായമായി ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമാണ് അവൾ മലിനപ്പെടാത്തവളായിരിക്കും. അല്ലേ അച്ഛാ? ആമേൻ. വേദോസം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയെ നീ ലോകത്തോടുകൂടെ മലിനപ്പെടരുത്. ആമേൻ. നിശ്ചയം കഴിഞ്ഞ പെൺപിള്ളേർ വല്ലതും പരിചയത്തിലുണ്ടെങ്കിൽ മമ്മിയോട് ചോദിക്കും, എങ്ങനെ ഉണ്ടോ മാമേ മോള്? ഓ, കുഴപ്പമൊന്നുമില്ല. ഫോൺ ബില്ല് കൂടുതലാന്ന്. കാര്യം എന്താ? വെളുക്ക ഇവിടെ അച്ചാച്ചനെ വിളിയാന്ന്. ഇവക്ക് ഉറക്കമൊന്നും ഇല്ലെന്ന്. മനസ്സിലായില്ലേ? അങ്ങ് വിളിയോട് വിളിയ. പിന്നെ ഇവിടെ മുമ്പിൽ കൂടെ മമ്മൂട്ടി പോയാലും മോഹൻലാൽ പോയാലും ഇവക്ക് വിഷയമല്ലെന്ന്. കാര്യം അവക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു അച്ചാച്ചനുണ്ട്. മനസ്സിലായോ? അവളെ ആരും കുറ്റം പറയത്തില്ലെന്ന്, അവളെ ആരും വഴക്ക് പറയത്തില്ല. കാരണം അവക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു അച്ചാച്ചനെ അവളെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിക്ക് ഇനി സംസാരിക്കാൻ ഒരുവനേ ഉള്ളൂ. ആ മണവാളനോടെ ഉള്ളൂ. ഇനി അവർക്ക് കേൾക്കാനും ഒന്നേ ഉള്ളൂ. അത് അവന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ മറ്റൊന്നും അവളെ ആകർഷിക്കുന്നില്ല, ആകർഷിക്കാൻ പാടില്ല. മണവാളനെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ 3 യോഗ്യതയുള്ള സഭ, ഇത്രയും കാര്യമായാൽ നേരെ കാഹളം തിരിക്കുമ്പോൾ വലിച്ചു തൂക്കി അവൻ കൊണ്ടുപോകും. തെറ്റിപ്പോയി, അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഈ 3 യോഗ്യത ഉണ്ടായത് കൊണ്ട് രാജാവിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. അതിനിടയ്ക്കൊരു കടമ്പയുണ്ട്. എന്താ കടമ്പയെന്നറിയാമോ? ഈ യോഗ്യതയുള്ളവരെ കണ്ടെത്തി അവിടുത്തെ കാര്യസ്ഥനാകുന്ന ഹേഗായുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്തിന്? അവൻ അവർക്ക് ശുദ്ധീകരണത്തിനുള്ള വസ്തുവകകൾ ചെയ്തു കൊടുക്കട്ടെ. അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യിലാണ് സഭ കിടക്കുന്നത്. ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യിലാണ് ദൈവസഭ കിടക്കുന്നത്. ആ കാര്യസ്ഥനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ പോയിട്ട് സത്യത്തിന്റെ കാര്യസ്ഥൻ അവനെ നിങ്ങളുടെ മേൽ അയക്കും. ഹല്ലേലൂയ. എന്തിനാ? ശുദ്ധീകരണത്തിന്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഇന്ന് മണവാട്ടി ഇട്ടിരിക്കുന്നത് തോന്നിയതുപോലെ ജീവിക്കാനല്ല, ശുദ്ധീകരണത്തിനായി. എന്താ ശുദ്ധീകരണം? 3 മിനിറ്റേ ഉള്ളൂ, അവസാനിപ്പിച്ചോളാം. ശുദ്ധീകരണം എന്താ? അതെ പാസ്റ്റർ, എൻ്റെ കയ്യിൽ ഇച്ചിരി അഴുക്ക് പറ്റി, ഞാൻ ഇച്ചിരി പൗഡർ എടുത്ത് അതിൻ്റെ പുറത്തങ്ങ് ഇട്ടു, ഇച്ചിരി ക്രീമും വാരി അതിൻ്റെ പുറത്തങ്ങ് പൊത്തി, ഇച്ചിരി സ്പ്രേയും അടിച്ച് തട്ടിപ്പൊത്തി. ഇതാണോ അച്ഛാ ശുദ്ധീകരണം? അല്ല. പിന്നെന്തോ ശുദ്ധീകരണം? അത് കഴുകി വൃത്തിയാക്കുന്നതാണ് ശുദ്ധീകരണം. വേദനയോട് പറയട്ടെ, ഇന്ന് പല സഭയിലും തട്ടിപ്പൊത്താണ് നടക്കുന്നത്. ഹല്ലേലൂയ. തട്ടിപ്പൊത്ത്. എന്താ തട്ടിപ്പൊത്ത്? അയ്യോ, തലേന്ന് രാത്രി മറിയാമ്മ കറിയാച്ചനോട്, വേറുള്ളവരുടെ ക്ഷമിക്കണ ഉദാഹരണമാണ്, മറിയാമ്മ കറിയാച്ചനോട് തലേന്ന് രാത്രി ആട്ടി മൂത്തട്ട് മറിയാമ്മ പറഞ്ഞ്, കാല നിന്റെ മണ്ട ഇട്ടി കെട്ടുകൂടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തി. എന്നിട്ട് ഓടി വന്ന് ബൈബിൾ കൊടുത്തിട്ട് പറയാം, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് പ്രാർത്ഥിക്കണം, പോ. നേരെ റൂമിൽ കയറി കഥ കടച്ചു. പ്രിയമുള്ളവര്, അച്ചായനെ കാലാന്ന് വിളിച്ചിട്ടാണ് കഥ കടച്ചത്. ഏത് യേശുവാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത്? എനിക്കിന്ന് വരെ പിടികിട്ടിയിട്ടില്ല. പോട്ടെ. ഏതായാലും പിറ്റേന്ന് രാവിലെ മാമ വന്ന് ഭയങ്കര ആരാധന അന്യഭാഷയൊക്കെ കൊണ്ട് അപ്പോഴാണ് പാസ്റ്റർ പറയുന്നത്, പ്രിയമുള്ളവര്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഗസ്റ്റ് ആരെന്നറിയാമോ? അല്ല ആരാ കാലഘട്ടത്തിന്റെ പ്രവാചകൻ. ഇത് കേട്ടപ്പോ മറിയാമ്മയുടെ ചങ്കടിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ഇന്നലെ കാലാന്ന് വിളിച്ചതെല്ലാം ഇന്ന് പൊളിയും. എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര അന്യഭാഷക്കാരിയായി തമ്പറടിച്ചിരിക്കുകയാണോ? കുഴഞ്ഞ പൊങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ തട്ടിലോട്ട് ഇറങ്ങി. ഉടനെ മറിയാമ്മ പ്രാർത്ഥിക്കും, എൻ്റെ അടുത്ത് വരലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ആർക്ക് വന്നു? മറിയാമ്മയുടെ അടുത്ത് തലേ കയ്യും വെച്ചിട്ട് പറഞ്ഞു, മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ മാനിച്ച് അനുഗ്രഹിക്കാൻ പോവാ. ഈ ഉപവാസം പോലും നിനക്ക് വേണ്ടി വെച്ചാണ് ആഘോഷിച്ചത്.
അറിയാം. കാര്യം ഇത് കേട്ട മറിയാമ്മയുടെ ഹൃദയത്തിൽ ന്യായമായൊരു ചിന്ത, ന്യായമായൊരു ചിന്ത വന്നു. അപ്പൊ കാലാന്ന് വിളിക്കുന്ന ഒരു തെറ്റല്ല. അങ്ങനെ ആണെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഇരുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് മാത്രം തൂത് പറയാ, അപ്പൊ ദൈവം എന്നെ എത്ര സ്നേഹിക്കുന്നു നോക്കെ നാളെ തൊട്ട് കാലാന്ന് വിളിക്കുക. ഇതാണോ പരിശുദ്ധാത്മാവ്? നിങ്ങൾ പഠിച്ച പരിശുദ്ധാത്മാവിലാണോ? അല്ല. അപ്പൊ ദൂത് പറയത്തില്ലെന്നാണോ? ആര് പറഞ്ഞു? ദൂത് പറയത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവാണ് ദൂത് പറയും. എങ്ങനെ പറയും? അടുത്തു വന്ന് പറയും, മകളെ, നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും എല്ലാം ദൈവത്തിന് പ്രസാദ. പക്ഷേ നിന്റെ നാക്കിന് നീ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ തമ്പുരാൻ നിന്നെ അടിച്ചെടുത്ത് ദൂരക്കളയെന്ന് പറഞ്ഞാൽ അവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ. നിനക്ക് ഇക്കളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എന്റെ പോക്കറ്റിൽ വരുത്തുന്നവനല്ല പ്രവാചകൻ. നിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ, നിന്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞ, നിന്റെ ബലഹീനതകളെ വെളിപ്പെടുത്തി നിന്റെ ദൈവത്തോട് അടുപ്പിപ്പാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് പ്രവാചകൻ. മനസ്സിലാവുന്നു? ആമേൻ. ഇനിയും ദൈവത്തോട് അടുപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന വിഷയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ പ്രവാചകൻ. മറ്റൊന്ന്, സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തിയിട്ട് മുൻകൂട്ടി വിളിച്ചറിയിക്കുന്നതിനെയും പ്രവചനമെന്നാണ് പറയുന്നത്. അതിന്റെ 2 സാക്ഷ്യം വാഹനത്തിൽ ഞങ്ങൾ കേട്ടു. കോശി വൈദ്യൻ ഭാഷയും KC തോമസ് ഭാഷയും അനുഭവം ഞങ്ങൾ കേട്ടു. പക്ഷെ അവരുടെ അനുഭവത്തിൽ ശ്രദ്ധിക്കണം, അത് കൃത്യം വള്ളിപ്പുള്ളി അങ്ങനെ ആയിരുന്നു. ഉദാഹരണം പറയാം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചനം നടത്തി. കന്യക ഗർഭിണിയായ ഒരു മകന് എത്ര വർഷം മുമ്പ്? 750 വർഷം. കണക്കറിയാവുന്ന ആളാണ്, ഞാനിവിടെ പഠിക്കാത്തത് അതുകൊണ്ടാ ചോദിച്ചത്. 750 വർഷങ്ങൾ പരം ഒരു പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകന് പ്രസവിച്ചപ്പോ മോളായോ? അതാ പ്രവാചകൻ. 700-750 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞ മോന. ഇപ്പൊ ഇവിടെ ചിലർ 6 മാസം മോനാകട്ടോ, പ്രസവിച്ചപ്പോ മോള. കയ്യെന്ന് പോയി കറക്കി കുത്തുന്ന വകുപ്പല്ല. ഇല്ല. ഇടയ്ക്ക് ഒരാൾ സ്റ്റേജിൽ നിന്നോട് വിളിച്ചു, ബിനു എന്നൊരു പേരെന്നെ കാണിക്കുന്നുണ്ട്. ബിനു ഉണ്ടോ? ബിനു ഉണ്ട്. ബിനു ഇല്ലേ? വേണ്ട. ഇനി ഒരു വാദത്തിന് വേണ്ടി ബിനു ഉണ്ടെന്നെങ്കിൽ ഉണ്ട്. ഒരു വാദത്തിന് വേണ്ടി ഇരിക്കട്ടെ. എങ്കിലും പ്രശ്നം തീരുന്നില്ല. ഇതിനെ വേദപുസ്തകമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് വിഴുങ്ങാൻ. വേദപുസ്തകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യേശു യെരിഹോവിനടുത്ത് എത്തിയപ്പോൾ നിന്നുകൊള്ളാം. ഇവിടെ ഏതൊരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാ ഏതൊരു മരത്തിൽ ഉണ്ടോന്നു? ചേടാ, നിന്റെ വീട്ടിൽ വരണം. ഇങ്ങനാന്നാ വിളിച്ചത്. അവൻ ഇരുന്ന മരത്തിന്റെ കീഴെ എത്തി മേപ്പോട്ട് നോക്കി, സക്കായി ഇറങ്ങി വാടാ, പുരുഷാരം നിന്നെ കണ്ടില്ല, അഗ്നിജ്വാലക്കൊക്കെ കാണുന്ന നിന്നെ കണ്ടിട്ടുണ്ട്, ഇറങ്ങി വാ. അതാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇല്ലെന്നല്ല ഈ പറയുന്നത്. ഇതിനെ തമ്മിൽ വേദപുസ്തകവുമായി കമ്പയർ ചെയ്ത് സ്വീകരിക്കണം. ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? വാക്കുകൾ അവസാനിപ്പിക്കാം. കാര്യം എനിക്ക് അല്ലേലിയോടെ ശബ്ദം കൂടുമ്പോൾ പേടിയാണ്. നമ്മുടെ നാട്ടിലെ അച്ചായന്മാരെ ഒരു പടിയുണ്ട്, 11:30 വരുന്നത്. പക്ഷേ 1-5 മിനിറ്റ് ഉള്ളപ്പം കവറെടുത്ത് അങ്ങോട്ട് കിലിക്കേട്ട് ബൈബിൾ എടുത്ത് അങ്ങോട്ട് കയറ്റി, എന്നിട്ട് ഇങ്ങനെ മടക്കി കിലി ഇങ്ങനെ മടക്കി കിലി. പിന്നെ ബൈബിൾ എടുത്ത് റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചു കിടപ്പടവും. പിന്നെ ഈ ബ്രോക്കർമാരുടെ കട്ടത്തി വെക്കുന്ന ഒരു കറുത്ത ബാഗുണ്ട്, അതെടുത്ത് ഇത് അതിനകത്തോട്ട് കയറ്റി അതിന്റെ സിബും പിടിച്ച് പറഞ്ഞ് വലിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഞെളിഞ്ഞങ്ങോട്ട് ഇരുന്നിട്ട് അതുകൊണ്ട് ഈ ഉറക്കെ അല്ലേലും കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനങ്ങ് അവൻ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. അവൻ ഈ കറക്കി കുത്തുന്ന വകുപ്പല്ല പ്രവാചകൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കുറെ ഭൂതങ്ങൾ TV-ക്കകത്തൂടെ ഇറങ്ങിയിരിക്കുന്നു അല്ലേ വിവിച? അയ്യോ ഒന്നും ആണ്ടെ, ഞാൻ ഈ പറഞ്ഞത് ശരിയാണ്. വിവിചാനോട് ചോദിച്ചാൽ അറിയാം, അനുഭവമുള്ള ആളാ. കുറെ ചിലർ പറയും, നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് കൈവി, നിങ്ങളുടെ വിഷയം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സ്ക്രീനിൽ പെണ്ണുങ്ങൾക്ക് കേൾക്കേണ്ട താമസം സ്ക്രീനിലെല്ലാം പോയി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരിക്കുക. മനസ്സിലായോ? ആ ഉടനെ ഇയാളെ കൂടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു രമണിയെ കാണുന്നുണ്ട്. ഇത് കേട്ടോണ്ട് എങ്ങോ ഇരിക്കുന്ന രമണി വിളിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഒന്നുകിൽ ഒരു സിറ്റ് ഔട്ട്,
അല്ലെങ്കിൽ ഒരു പുല്ലിന്റെ തകടി, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചുവട്, അല്ലെങ്കിൽ ഇതുപോലെ ഇവരുടെ പോലെ ഒരു ചാനലിന്റെ സ്റ്റുഡിയോ റൂമിൽ ഷൂട്ട് ചെയ്യുന്ന സമയം, ആ സമയത്ത് അവിടെ സ്ക്രീനും ഇല്ല, രമണിയില്ല, ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ. എന്തോ മനസ്സിലായി? ഇത് കഴിഞ്ഞ് ഇതിന്റെ എഡിറ്റിങ്ങും അതിന്റെ വർക്കും എല്ലാം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നല്ലേ. 2 ആഴ്ച എന്താ ചോദിച്ചാൽ ടെലികാസ്റ്റ്. ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ടി വിയിലോട്ട് വെച്ചിട്ട് ഞാനിപ്പോ രമണിയെ രമണി ആര് കാണിച്ചു? കറക്കി കുത്തുന്ന വകുപ്പല്ല പരിശുദ്ധാത്മാവ്. ഇത് പഠിക്കണമെന്നുണ്ട്. എന്താ വേറെ ചിലരുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇപ്പൊ മാറ്റം വരാൻ പോവാ, പേഴ്സലും വാങ്ങലും കൈവേ പെണ്ണുങ്ങൾ കേൾക്കണം, അത് കീറിക്കളഞ്ഞ പേഴ്സും എടുത്തുള്ളൂ, തപ്പിയാ കൊണ്ടുവന്നു അവിടെ ഒരു വിട്ടുപോയോ, ആ സാമ്പത്തിക വിടുതൽ മാറി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് പലരും കേൾക്കാറില്ല. എന്താ പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച ഞങ്ങളുടെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന അക്കൗണ്ടിലോട്ട് അയക്കണം. അതെന്ത് യവൻ പേഴ്സലും വാങ്ങലും കൈവച്ച പണം വരുത്തി. ഈ ആഴ്ചയിലെ ഈ പ്രോഗ്രാം നടത്താൻ സഹായിച്ച ദൈവം അടുത്ത ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുമെന്ന് തന്നെത്താൻ വിശ്വസിക്കാൻ കഴിയാത്തവനാണോ ഇത് മാറ്റാൻ നടക്കുന്നത്? മിനിമം ബോധമൊന്നുണ്ടാകുക. ഞാൻ ഈ കൂടെ പെണ്ണുങ്ങളെന്ന് പറയുന്നുണ്ട്, സഹോദരിമാർ വിചാരിക്കുമെന്തോ പെണ്ണുങ്ങൾ മാത്രമേ. ഇതിന്റെ എല്ലാം കളി ഈ വശത്തോട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ പിണങ്ങൊന്നും വേണ്ട. ഒരു ദൂത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സന്തോഷിക്കാൻ മകളെന്ന് പറയാം. അവൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷനായത് സ്ത്രീക്കാണോ പുരുഷനാണോ അഭിമാനത്തോടെ പറയും പറയുന്നുണ്ട്. കർത്താവിനറിയാം ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്ത് മൊത്തം വിവരം അറിയണമെങ്കിൽ ഇത് രഹസ്യാത്മകമായ വിഷയമല്ലല്ലോ. ഇപ്പൊ കർത്താവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നല്ലതാണെന്നാ പറഞ്ഞത്. മനസ്സിലായി? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദീർഘമായി ഒത്തിരി കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരെന്ത് കഷ്ടപ്പെട്ടാന്നറിയാവോ ലഞ്ച് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയും സമയം കണ്ടെത്തി. വളരെ നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മേ, ഒരു വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഷമീറെ, നീ എന്തുകൊണ്ട് ക്രിസ്ത്യാനി? അവിടെ തുടങ്ങിയ ചോദ്യമായി വിളച്ചിരിക്കുന്നു. ഒറ്റ മറുപടിയുള്ളൂ, ഒരേ ഒരു മറുപടിയുള്ളൂ. ഞാൻ ഇന്ന് വീണ് മരിച്ചാൽ, അല്ലെങ്കിൽ കാഹളം ധരിച്ചാൽ എന്റെ ആത്മാവിന് ഒരു നിത്യജീവൻ ലഭിക്കേണ്ടതിന് ഞാൻ യേശുവിന്റെ പിന്നാലെ പോയി. അല്ലാതെ നടുവേന മാറാനും പല്ലുവേന മാറാനും കൊച്ചിനെ കെട്ടിക്കാനും വീട് വെക്കാനും അച്ചാച്ചന് വിസ ശരിയാകാനും കൊട്ടാൻ ഇറങ്ങിയതല്ല. പ്രിയമുള്ളവരെ, പലരും വിചാരിച്ചിരിക്കുന്നത് ഭൗതികമായ വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട് യേശു എന്റെ കൂടാണ്. തെറ്റിപ്പോയി. ഭൗതികമായ വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട്, ചോദിച്ച വീട് കിട്ടിയത് കൊണ്ട്, ചോദിച്ച കാറ് കിട്ടിയത് കൊണ്ട് യേശു എന്റെ കൂടെ. ഞാൻ ഇന്ന് വരെ ചോദിച്ചതിനൊക്കെയും ദൈവം എനിക്ക് മറുപടി തന്നത് നീ ആശ്വസിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. ഭൗതികമായ വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട് യേശു നിന്റെ കൂടാന്ന് നീ പറയുന്നെങ്കിൽ യേശു അംബാനിയുടെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാണെന്ന് സമ്മതിക്കും. അതൊന്നും കിട്ടിയത് കൊണ്ട് ദൈവം നിന്നോടാന്ന് പറയില്ല. ഈ ഇടയ്ക്ക് നാട്ടിലൊരു ഉപദേശം ഗൾഫിൽ പോയിട്ട് വന്നിട്ട് പറയാ, ഷമീർ പാസ്റ്ററേ ഞാനൊന്ന് ചാടി. എവിടെ ചാടി? പുറത്ത് ചാടി. ആരുടെ പുറത്ത്? അല്ലെന്ന് ഗൾഫിൽ പോവാ. ദൈവം എന്നെ ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിച്ചു. എന്താന്ന് ഓടിച്ചിട്ട് ഞാൻ പറയും, എന്താ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ അതോ സ്നാനപ്പെടുത്തിയോ? അതല്ലെന്ന്. പിന്നെ നന്മ കിട്ടി. എന്താ കിട്ടി? നന്മ കിട്ടി. ഞാൻ പറയും വേറെ വല്ലവരോട് പോയി പറയാതൊക്കെ അതോ ഭാഷ അങ്ങനെ പറഞ്ഞു. ഇവിടെ അള്ളാഹുവിനെ സേവിക്കുന്ന അറബിയുടെ മേശേന്ന് വീഴുന്ന അപ്പം നുറുക്ക അവിടെ ജോലി ചെയ്യുന്ന കറിയാക്ക് കിട്ടുന്നത്. അവന്റെ ഇലന്ന് വീണ നുറുക്ക ഇങ്ങർക്ക് കിട്ടി. എന്തിനായി ചാടുന്നത്? നോക്കാൻ ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന യാക്കോബ് പൊന്നു വെള്ളി ആട് മാട് ഒട്ടകം കഴുത സമ്പത്ത് ഭാര്യ നല്ല ഭാര്യമാര് സകലത്തെയും കുട്ടി യാബോക്ക് നദിയുടെ ഇക്കര വന്നു. തനിക്കുള്ള സകല സമ്പത്തും അവിടെ നിർത്തി ഒറ്റയ്ക്ക് ഇക്കര വന്നിട്ട് ആണൊരുത്തൻ ഒരു രാത്രി മുഴുവൻ നിലവിളിച്ചുകൊണ്ട് ചോദിച്ച ഒറ്റ ചോദ്യം, നീ എന്നെ പറ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ പക്കരെ നിൽക്കുന്നു. നമ്മളാണ് 10 ആഴ്ച സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കൊണ്ട് അപ്പുറം നിൽക്കുന്നു. അതിട്ടിട്ട് ഇക്കരെ വന്നിട്ട് അനുഗ്രഹം വേണം. നിങ്ങൾക്ക് എന്ത് പറ്റ? അതല്ല അനുഗ്രഹം. 2015 കമ്പ്യൂട്ടർ യുഗത്തിലും ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ എന്ന് വിളിക്കത്തക്കവണ്ണം അവന്റെ പേര് ദൈവ പൈതലെന്നായി മാറി. എനിക്ക് നിനക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് ചോദിച്ച
ഞാനൊരു മണ്ടനാണ്. എനിക്കൊരു പാസ്റ്റർ എന്നെ മൂത്ത് നോക്കി പറഞ്ഞ, ഷമീർ പാസ്റ്ററെ സ്നേഹം കൊണ്ട് പറയും, എന്താ വെച്ചാ നിങ്ങളൊരു മണ്ടനാണ്. സ്നേഹം കൊണ്ട് മണ്ടനാണ്. ഞാൻ ചോദിച്ചാൽ അതെന്ന് വെച്ചാൽ അങ്ങനെ പറയും, നിങ്ങൾക്ക് ചന്ത അറിഞ്ഞ് വ്യാപാരം ചെയ്യാനാണ്. ചന്ത നമ്മളൊരു ചർച്ചയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ 2 പാട്ട് കഴിയുമ്പോൾ അറിയാം ജനം ഏത് ടൈപ്പാണ്. അപ്പൊ അവർ ആരാധിക്കുന്ന ജനമാണെങ്കിൽ ഒരു ഉണർവിന്റെ മെസ്സേജ് അങ്ങ് അടിക്കണം. ചില ചർച്ചയിൽ ചെല്ലുമ്പോൾ ഈ ബ്രെഡ് ജാമ് തേക്കുന്ന പോലെ ഇരിക്കും, ഒരു കൈ പോലും അടിക്കൂല. അവിടെ ഒരു ഉപദേശമൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകണം. പിന്നെ ഈ ന്യൂ ജനറേഷൻകാര് നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ സാമ്പത്തിക വിടുതൽ, കടഭാരം, അന്ധകാരം, ബന്ധനം, മണ്ഡലം, മഴ. ഇപ്പൊ മഴ തപ്പി ഇനി അപ്പൊ ഈ മർത്തോമ CSI അങ്ങനെയുള്ളവർ നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ സ്നാനം എന്ത് ചെയ്യരുത്. അങ്ങനെയാണ് അടുത്ത വർഷം അവർ നമ്മളെ തന്നെ. അതുകൊണ്ടല്ലേ മര്യാദയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടുള്ളവർ അപ്പച്ച ഇപ്പൊ നൈറ്റിട്ടുണ്ട് CSIക്കാരുടെ കൂടെ വല്ല കാര്യം ഇതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനൊക്കെ വേദി അറിഞ്ഞു നിന്നാൽ കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോകാം. 2 പെൺകുഞ്ഞുങ്ങളായോണ്ട് പറയുകയാണ്, ഇതൊരു സ്നേഹമല്ലേ. ഞാൻ വിട്ടില്ല, വിട്ടുന്ന ആളല്ല അങ്ങനെ. ഇനി വാച്ചാ ഇങ്ങ് വാ. അച്ഛൻ എപ്പോഴെങ്കിലും പൗലോസിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിലോ? ഞാൻ ഇച്ചിരി നേരം ഈ മനുഷ്യനൊന്ന് പൗലോസ് ആകാച്ച സ്വന്തം പറയാ സ്തോത്രം. ഓക്കെ, പൗലോസ് എന്തുകൊണ്ട് സ്തോത്രം. നിങ്ങളെന്തായാലും മണ്ടനാണോ? ആര് മണ്ടനോ? വെളിപ്പാടുകളെ ആദിക്കമുള്ള മനുഷ്യനല്ലേ? മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച മനുഷ്യനല്ലേ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടില്ല. നെടല് തട്ടി രോഗി സൗഖ്യം വന്നില്ല. ഉയ്യോ, ഇത്രയും കൃപാവരവും കൈ വെച്ചിട്ട് നിങ്ങൾ എന്തോ ഈ ചർച്ചിലൊക്കെ പോയി പ്രസംഗിക്കുന്നു? പലവട്ടം പട്ടണി, പലവട്ടം ഉറക്കളപ്പ്, പൈതാറ്, നാട്ടിലടി, കള്ളസ്വകാര്യമുള്ള ആപത്ത്, തിന്നില്ല, കുടിച്ചില്ല, കൊടുത്തില്ല. ഇത്രയും കൃപാവരം കൈ വെച്ചു നിങ്ങൾ എന്തോ ഈ പറയണം? പലവട്ടം പട്ടണി, പലയിടം. ഞങ്ങളോ പലവട്ടം ഗൾഫിൽ പോയി, പല വീട് മേടിച്ചു, പല കാറ് മേടിച്ചു, പല എസ്റ്റേറ്റ് മേടിച്ചു, പല ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്കോ ഇവിടെ ഒരു പുതപ്പെങ്കിലും ഉണ്ടോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക, മോനെ തിമോത്തിയോസ് നീ വരുമ്പോ പുതപ്പും കൂടെ കൊണ്ട്. മണ്ടനല്ലേ? കോടിക്കണക്കിന് വരുന്ന ആസ്തി ഈ പുസ്തക നിമിത്തം ചപ്പന്നും ചവർന്ന് കണ്ട് വലിച്ചെറിഞ്ഞ് ഒരു പുതപ്പ് പോലും ഇല്ലാതെ എരിഞ്ഞടങ്ങിയ പൗലോസ് മണ്ടനാണെങ്കിൽ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ? അമേ. പക്ഷെ നീ ഓർത്തോ, ആരും മണ്ടൻ ആരും വിളിക്കണമെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വെളിപ്പെടാൻ പോവുക. അപ്പച്ചന്മാര് പാടിയിട്ടു അങ്ങേ കരയിൽ ചെല്ലും നേടിയെന്ന് അന്നറിയാം. ആമേൻ. നീ ഉണ്ടാക്കിയ ഡോളറാണോ, നീ നേടിയ ആത്മാവിനാണോ വിലയുള്ളത്? അന്നറിയാം. അങ്ങേക്കരയിൽ ചെല്ലും നേടിയതെന്തെന്നറിയാം. സകല തെളിവുകളും ആ ദിവസത്തിനായി വിരൽ ചൂണ്ടും. മലിനപ്പെടാത്ത മണവാട്ടി, വിശുദ്ധിയുള്ള മണവാട്ടി, യോഗ്യതയുള്ള മണവാട്ടി, കർത്താവിന്റെ കാഹളനാഥത്തിനായി ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രത്യാശയുടെ ഗീതം നമുക്ക് പാടി ആരാധിച്ച് സന്തോഷിക്കാം. സ്വന്തം ഹല്ലേലൂയ. Yes,
ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച ആശ്വാസം പറയുന്നു. ഈ സെഷൻ കഴിഞ്ഞ് അടുത്തത് നമ്മുടെ 5:30 നമ്മുടെ സംഗീത ശുശ്രൂഷകൾ, സംഗീതത്തിൽ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആ സംഗീതഹാലത്തിലേക്ക് പിന്നെയും കടന്നു വരാം. നമുക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഈ സായങ്കാലം പ്രസ്താവിപ്പാൻ കർത്താവിൽ ശ്രേഷ്ഠ ദൈവദാസനെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. നിന്റെ സാന്നിധ്യം ഈ സന്ധ്യാസമയം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഉണർത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ സന്ദർശിച്ചതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി എതിരേൽക്കുവാൻ ഒരു മണവാട്ടിക്ക് വേണ്ട യോഗ്യത ഈ പകൽ സന്ധ്യാസമയം അവിടുത്തെ ദാസൻ കൂടെ അറിയിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഏതെല്ലാം നിലയിൽ ഒരുങ്ങണം, ഞങ്ങൾ ഏതെല്ലാം നിലയിൽ ഒരുക്കപ്പെടണം. ഈ സന്ധ്യാസമയം അറിയിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ മിഥ്യാബോധങ്ങളും മാറ്റണമേ. ഒരുങ്ങേണ്ടത് പോലെ ഒരുങ്ങുവാൻ, വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഒരുങ്ങുവാൻ, ലോകം പോകുന്നത് പോലെ അല്ല, ലോകം നീങ്ങുന്നത് പോലെ അല്ല, ഞങ്ങൾ ദൈവമക്കളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. അവിടുത്തെ വരവിങ്കൽ ഒരു കൂട്ടത്തെ എതിരേൽപ്പാൻ അല്ല വരുന്നത്. വിശുദ്ധിയും വേർപാടും പാലിച്ച ദൈവമക്കളെ അവിടുന്ന് ഒരുക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. നിങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവിൻ ശ്രേഷ്ഠ ദൈവദാസനെ ഈ ഉച്ചകഴിഞ്ഞായ സമയത്ത് ശക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇവിടുത്തെ എല്ലാ പ്രോഗ്രാം അനുഗ്രഹമാക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. അനുഗ്രഹമാക്കിയിരിക്കാൻ സ്തോത്രം. തുടർന്ന് വടികളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അവിടുത്തെ ദിവ്യവചനം കർത്താവേ തുടർന്നുള്ള സമയങ്ങളിൽ കേൾപ്പിപ്പാൻ അവിടുത്തെ ദാസന്മാരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാലും അനുഗ്രഹത്താൽ നിറച്ചാട്ട് യേശുനാമത്തിൽ വീക്ഷിക്കുന്നു, കേൾക്കണമേ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും തുടർന്ന് നടക്കേണ്ട എല്ലാ പ്രോഗ്രാമിനോടുകൂടെയും ഇപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.